കഥ തുടരുന്നു. നിനക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് സഹകരിക്കുന്നതാണ് നല്ലത്. ചന്തു CV സോമൻ്റെ മുറിവിൽ അമർത്തിയ വിരലുകൾക്ക് ശക്തിയേറി. ബാൻഡേജ് നനച്ചുകൊണ്ട് ചോര കിനിഞ്ഞു വന്നു. അമ്മേ, അവൻ വേദനയോടെ പിടഞ്ഞുപോയി. എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. സോമൻ്റെ അമ്മ ഇടയിലേക്ക് കയറാൻ ശ്രമിച്ചു. ദേ തള്ളേ, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ മോൻ്റെ ശവവുമായിട്ടായിരിക്കും ഇവിടെ നിന്നും പോകേണ്ടി വരിക. അത് കേട്ടതേ പിടിച്ചു നിർത്തിയതുപോലെ അവർ നിന്നു. സത്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയട മോനെ. എൻ്റെ കൈവിട്, ഞാൻ പറയാം. വിദ്യാർത്ഥി നേതാവിൻ്റെ വീര്യമൊക്കെ പമ്പ കടന്നു. ആർക്കു വേണ്ടിയാണ് നീ ഈ പ്രശ്നം ഉണ്ടാക്കിയത്? റോബിൻ സാറാണ്. റോബിൻ? ചന്തു സോമനെ തുറച്ചു നോക്കി. നീ സത്യമാണല്ലോ പറഞ്ഞത്? അതെ. അയാൾ മുറിയിലൂടെ അങ്ങിങ്ങും നടന്നു. പിന്നെ തിരിഞ്ഞു നിന്നു. അവൻ നിങ്ങൾക്ക് പണം തന്നോ? തന്നു. എത്ര? 5000. നീയൊക്കെ എത്ര ലക്ഷമാണ് നഷ്ടപ്പെടുത്തിയതെന്ന് അറിയാമോ? സോമൻ ശബ്ദിച്ചില്ല. ചന്തു കീശയിൽ നിന്നും ഒരു ടേപ്പ് റെക്കോർഡർ എടുത്തു. പറഞ്ഞത്രയും ഇതിലുണ്ട്. സോമൻ പരിഭ്രമിച്ചു. സാർ, തൽക്കാലം നീ പേടിക്കണ്ട. പക്ഷേ ഇനി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാകരുത്. ഇല്ല സാർ. മാത്രമല്ല, ഇതിന് പകരമായി നിങ്ങൾ എനിക്കും ചില സേവനങ്ങൾ ചെയ്തു തരേണ്ടി വരും. ഓഫ് കോഴ്സ് സാർ. ചന്തു മുറിവിട്ട് പോയപ്പോഴാണ് ഇരുവർക്കും ശ്വാസം നേരെ വീണത്. സമയം രാത്രി 10 മണിയായപ്പോൾ അവറാച്ചൻ മുതലാളിയുടെ ബെൻസ് കാർ ചാത്തുണ്ണിയുടെ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വന്നു. അത് മുന്നിൽ കണ്ട ചെടിച്ചട്ടികൾ മുഴുവൻ ഇടിച്ചു തകർത്തു. മുറ്റത്തെ പുൽത്തകടിയിൽ 3 കസേരകളിലിരുന്ന് അവറാച്ചന് പറ്റിയ നഷ്ടം കണക്കുകൂട്ടി ആഹ്ലാദിക്കുകയായിരുന്ന ചാത്തുണ്ണിയും മക്കളും അത് കണ്ട് ചാടി എണീറ്റു. കാർ അവരുടെ നേരെ വന്നു. അത് തങ്ങളെ ഇടിച്ച് തകർക്കുമെന്ന് അവർക്ക് തോന്നി. എന്നാൽ അവരെ തൊട്ടു ഇല്ല എന്ന രീതിയിൽ കാർ നിന്നു. ആദ്യമേറ്റ ആഘാതത്തിൽ നിന്നും അവർ മോചിതരാകുന്നതിന് മുമ്പ് അതിൽ നിന്നും അവറാച്ചനും ചന്തു ഇറങ്ങി. ബംഗ്ലാവിന് മുന്നിലെ മെർക്കുറി ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇരുക്കൂട്ടരും പരസ്പരം നോക്കി നിന്നു, വന്യമൃഗങ്ങളെപ്പോലെ. എടാ, നീയായിരുന്നോ ഈ തെമ്മാടിത്തരം കാണിച്ചത്? ചാത്തുണ്ണി അവറാച്ചൻ്റെ നേർക്ക് ചീറി. ചാത്തുണ്ണി, നിന്റെ മോൻ കളിച്ചത് ആരോടാണെന്ന് അറിയാമോ? അവൻ എന്ത് കാണിച്ചെന്നാ? ഒന്നും അറിയാത്ത പാവം. അവറാച്ചൻ 2 അടി കൂടി മുന്നോട്ടെടുത്തു. എൻ്റെ ബസ്സുകളുടെ നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ അവറാച്ചൻ്റെ മറ്റൊരു മുഖം കൂടി നീയൊക്കെ കാണും. താൻ എന്താ പുളുത്താനോടോ? റോബിൻ ഇടയ്ക്ക് കയറി. കോളേജ് പിള്ളേരെ ബസ് തകർത്തതിന് ഞങ്ങൾ എന്ത് വേണം? ചന്തു വെറുതെ കാറിൽ ചാരി നിൽക്കുകയാണ്. കോളേജ് പിള്ളേരെ കൊണ്ട് അത് ചെയ്യിച്ചതാരാണെന്ന് എനിക്കറിയില്ലെന്ന് നീയൊക്കെ വിചാരിച്ചോ? ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. 24 മണിക്കൂറുകൾക്കുള്ളിൽ എൻ്റെ നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ എൻ്റെ വഴി നോക്കും. താൻ പോടോ. പഞ്ചായത്ത് പ്രസിഡന്റ് ചാത്തുണ്ണിയുടെ മക്കളുടെ ഒരു രോമത്തിൽ പോലും താൻ തൊടത്തില്ല. റെന്നിയുടെ വക. നിന്റെ തന്തയ്ക്ക് പൂടക്കിളുത്ത് കാണും എന്ന് വെച്ച് കഴുതയ്ക്ക് പിറന്ന നിനക്കൊക്കെ എവിടുന്ന് പൂടയുണ്ടാകാനാടാ? താൻ എന്താടാ പറഞ്ഞത്? റെന്നി കൈ ചുരുട്ടി. എന്താ, എന്നെ തല്ലിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ തല്ലടാ. അവറാച്ചൻ ഷർട്ടിൻ്റെ മുന്നിലെ ബട്ടൺസുകൾ അഴിച്ചുവിട്ടു. നിന്റെ തന്ത ഈ നിൽക്കുന്നവൻ തന്നെയാണെങ്കിൽ എൻ്റെ ശരീരത്ത് ഒന്ന് തൊട്ടു നോക്കടാ. 3 എണ്ണത്തിനെ ഞാൻ ഇവിടെ തന്നെ കുഴിച്ചു മൂടിയിട്ടേ പോകൂ. അവറാച്ചൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ റെന്നി ഭയന്നു. ചാത്തുണ്ണി വിയർത്തുപോയി. എന്താ, തല്ലണ്ടേ? അപ്പോൾ എനിക്ക് പോകാമല്ലോ. പിന്നെ ഒരു കാര്യം, ഞാൻ പറഞ്ഞ 24 മണിക്കൂർ. അത് കഴിഞ്ഞാൽ എന്ത് വേണമെന്ന് ഞാൻ ചിന്തിക്കും. അയാൾ തിരിഞ്ഞു. പോകാൻ ചന്തു. ഇരുവരും കാറിൽ കയറി. ചന്തു അത് പിന്നോട്ടെടുത്തു. അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടികളെ കൂടി തകർത്തുകൊണ്ട് കാർ പാഞ്ഞു പോയി. ചാത്തുണ്ണി രോഷത്തോടെ തിരിഞ്ഞു. തന്തയ്ക്ക് പിറക്കാത്തവന്മാർ. അയാൾ റെന്നിയുടെ മുഖമടച്ച് ഒന്ന് കൊടുത്തു. അവൻ വെല്ലുവിളിച്ചപ്പോൾ നീയൊക്കെ പഴം വിഴുങ്ങിയതുപോലെ നോക്കി നിന്നു എന്നെ പറയിപ്പിക്കാൻ. ഡാഡി, മിണ്ടരുത്. ആണാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നു. നാളെ കൊണ്ടുപോയി നഷ്ടപരിഹാരം കൊടുത്തോ, ഇല്ലെങ്കിൽ വരുന്നത് അനുഭവിക്കാൻ തയ്യാറായിക്കോ. പിന്നെ ഇയാളങ്ങ് ഷേവ് ചെയ്ത് കളയും. കത്തിയും കത്രികയും നീ വാങ്ങിച്ചോ. അവറാച്ചൻ നിന്നെ കൊണ്ട് ചരപ്പിക്കും. അമർത്തി ചവിട്ടിക്കൊണ്ട് ചാത്തുണ്ണി ബംഗ്ലാവിലേക്ക് പോയി. ചന്തു കാറിലിരിക്കുമ്പോൾ അവറാച്ചൻ ശാന്തനായി വിളിച്ചു. എന്താ മുതലാളി? ചന്തു തിരിഞ്ഞു. അവൻ നഷ്ടപരിഹാരം തരില്ല. എൻ്റെ ഈ നഷ്ടം അവന് ഇരട്ടി നഷ്ടമാക്കണം. അവറാച്ചൻ അങ്ങോട്ട് ആക്രമിക്കാറില്ല. ഇങ്ങോട്ട് വന്നാൽ വിടുന്ന പ്രശ്നവുമില്ല. എല്ലാം ഞാൻ നേരെയാക്കാം മുതലാളി. ഏറിയാൽ ഒരാഴ്ച. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയാം. അടുത്ത ദിവസം അതേ സമയമായപ്പോൾ അവറാച്ചൻ ചാത്തുണ്ണിക്ക് ഫോൺ ചെയ്തു. എവിടെടാ എൻ്റെ നഷ്ടപരിഹാരം? മറുപടിയായി ചാത്തുണ്ണി അല്പം ഉറക്കെ തന്നെ ചിരിച്ചു. നീ നഷ്ടപരിഹാരം വാങ്ങിയേ അടങ്ങൂ അല്ലേ? പരിഹസിക്കുകയാണോ? ഏയ്, അടിയൻ നഷ്ടപരിഹാരം തന്നേക്കാമേ. ചാത്തുണ്ണിയുടെ സ്വരം മാറി. നിന്റെ തല തന്നെ ഇങ്ങോട്ട് എടുത്തേക്കാം. എന്താ? നായിൻ്റെ മോനെ, നീ സൂക്ഷിച്ചോ. അവറാച്ചൻ റിസീവർ വെച്ചു. ചെറു മന്ദഹാസത്തോടെ അത് നോക്കി നിൽക്കുകയായിരുന്നു ചന്തു. അവൻ എൻ്റെ തലയെടുക്കും പോലും കൊന്നുകളയും ഞാൻ. അവറാച്ചൻ പല്ലു കടിച്ചു. മുതലാളി, ഈ പ്രശ്നം ഓർത്ത് വിഷമിക്കേണ്ട. ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം. പോരെ? അയാൾ തൻ്റെ മുറിയിലേക്ക് പോയ ഉടനെ മേരി ചന്തുവിൻ്റെ അരികിലെത്തി. മോനെ, വഴക്കിനൊന്നും പോകരുത്. ഇല്ല മമ്മി. ചന്തു ഇപ്പോൾ മേരിയെ അങ്ങനെയാണ് വിളിക്കുന്നത്. അവർക്ക് അയാൾ ഒരു മകനെ പോലെയാണ് താനും. അടുത്ത ദിവസം ചന്തു ഓഫീസിലിരിക്കുമ്പോൾ പ്യൂൺ കടന്നു വന്നു. സാർ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആര്?
അറിഞ്ഞുകൂടാ, ഒരു സ്ത്രീയാണ്. സ്ത്രീയോ? അയാളുടെ നെറ്റി ചുളിഞ്ഞു. കടന്നു വരാൻ പറയൂ. നിമിഷങ്ങൾ. ഹാഫ് ഡോർ തള്ളിത്തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. ചന്തു ശിരസിളക്കി. മെറീന. അയാളുടെ മനസ്സിൽ 1000 പരൽമീനുകൾ ഒന്നിച്ചു പിടഞ്ഞു. ഒരു സെക്കൻഡിനുള്ളിൽ അത് മാറി. അയാൾ സമനില കൈവരിച്ചു. എന്തു വേണം? തികച്ചും പരുഷമായ ശബ്ദം. പക്ഷേ മെറീന അത് കേട്ട് പതറിയില്ല. കാണാൻ വന്ന ഒരാളിനോട് ഇരിക്കാൻ പറയുവാനുള്ള സാമാന്യ മര്യാദ പോലും താങ്കൾ മറന്നുപോയോ? സാരമില്ല, ചിരിച്ചുകൊണ്ട് അവൾ ഇരുന്നു. ഞാൻ പലതും മറന്നിട്ട് ഒരുപാട് നാളായി. പേപ്പർ വെയിറ്റ് കയ്യിലിട്ട് തിരിച്ചുകൊണ്ട് അലക്ഷ്യഭാവത്തിൽ ചന്തു മറുപടി നൽകി. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒന്നും മറന്നിട്ടില്ലെന്ന്. താങ്ക്സ്. ഓർമ്മിപ്പിച്ചത് മതി. വന്ന കാര്യം പറഞ്ഞിട്ട് പോകാം. ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. ചന്തുവേട്ടാ. ഇത്തവണ ഡോക്ടർ മെറീന തേങ്ങിപ്പോയി. എന്നോട് തന്നെയാണോ ഈ പറഞ്ഞത്? ചന്തുവിൻ്റെ ഹൃദയത്തിലും വേദനയുടെ ഉറവ് പൊട്ടി. പക്ഷേ അയാളത് പുറത്ത് കാണിച്ചില്ല. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞുകൂടാ? എൻ്റെ അനുജൻ്റെ ഭാര്യ എന്നതിൽ കവിഞ്ഞ് നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. സ്വന്തം നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ഇത് പറയാൻ ചേട്ടന് കഴിയുമോ? അതൊക്കെ പണ്ട്. ലുക്ക് മിസ്സിസ് മെറീന, ഇപ്പോൾ നമ്മൾ വ്യത്യസ്തരായ 2 ധ്രുവങ്ങളിലാണ്. സമ്മതിച്ചു. എങ്കിലും മനസ്സിനെ വെറുതെ തളങ്കലിൽ വയ്ക്കുന്നത് എന്തിനാണ്? ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്തുകൂടെ? ചന്തുവേട്ടൻ അറിയുമോ, ഒരിക്കൽ പോലും സുധീറേട്ടൻ എന്നോട് സ്നേഹപൂർവ്വം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അവൾ ശക്തമായി കിതച്ചു. വിവാഹം കഴിഞ്ഞെത്തിയ ആദ്യ രാത്രിയിൽ പോലും ആ മനുഷ്യൻ ജ്യേഷ്ഠൻ്റെ വീഴ്പ്പായിട്ട് മാത്രമാണ് എന്നെ കണ്ടത്. ചന്തു ചുറ്റും നോക്കി. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? മെറീന പ്ലീസ്, ഇത് ഓഫീസാണ്. അറിയാം. ചന്തുവേട്ടനെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. വെറുതെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. അവൾ കർച്ചിഫെടുത്ത് മുഖം തുറച്ചു. പോട്ടെ. വാതിൽക്കലെത്തിയിട്ട് അവൾ തിരിഞ്ഞു നിന്നു. എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ചന്തുവേട്ടൻ സൂക്ഷിക്കണം. അവൾ പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിലും ഉഷ്ണക്കാറ്റ് വീശി. മെറീന. മരണം വരെ അവളെ മറക്കുവാൻ തനിക്ക് കഴിയുമോ? കുമാർ വേഗത്തിൽ കടന്നു വന്നു. ചന്തുവണ്ണ, ഗോൾഡൻ ചാൻസ്. അയാൾ തലയിളക്കി. കുമാർ ആ കാതുകളിൽ എന്തോ മന്ത്രിച്ചപ്പോൾ ചന്തുവിൻ്റെ മുഖം വിടർന്നു. അയാൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്തു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥി നേതാവായ CK സോമനെ ലൈനിൽ കിട്ടി. തന്നെ എനിക്കുടനെ കാണണം. എന്നെ ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടില്ല സാർ. അതെനിക്കറിയാം. കയ്യിലെ മുറിവ് അത്ര മാരകമൊന്നുമല്ലല്ലോ. താൻ ഉടനെ അവിടെ നിന്നിറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ ബീച്ചിലേക്ക് വരിക. എന്താ, ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ. ഓക്കെ. ചന്തു റിസീവർ വെച്ചിട്ട് കുമാറിനെ നോക്കി. വരൂ കുമാർ. ഇരുവരും കാറിൽ യാത്രയായി. അരമണിക്കൂറിനുള്ളിൽ ബീച്ചിൽ വച്ച് അവരും CK സോമനും തമ്മിൽ കണ്ടുമുട്ടി. കൈയുടെ വേദനയൊക്കെ കുറഞ്ഞോ? അല്പം. വരൂ, ചിലത് സംസാരിക്കാനുണ്ട്. ചന്തു സോമനെ വിളിച്ചുകൊണ്ട് കതിർ മണ്ഡപത്തിൻ്റെ നിഴലിലേക്ക് മാറി പൂഴിമണലിൽ ഇരുന്നു. നിന്റെ കൂട്ടുകാരിൽ ചിലരെ നാളെ സംഘടിപ്പിക്കണം. എന്തിനാണ് സാർ? പറയാം. തുടർന്ന് ചന്തു പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവൻ അറിയാതെ ഒന്ന് ഞെട്ടി. റോബിൻ്റെ വാക്കുകൾ കേട്ട് ബസ്സിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ശിക്ഷ. സോമനെന്താ മറുപടി പറയാത്തത്? സാർ, അത് എന്താ, പറ്റില്ലെന്നുണ്ടോ? ചന്തുവിൻ്റെ സ്വഭാവം അറിയാവുന്ന സോമൻ പറയുന്നു. അതല്ല സാർ, പകൽ നേരത്ത് മുഖംമൂടി ധരിക്കണം. പ്രശ്നം തീർന്നല്ലോ. സോമൻ മൗനം. എനിക്ക് പുല്ലുപോലെ ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളടാ. പക്ഷേ അങ്ങനെയല്ലല്ലോ. തുടങ്ങി വെച്ചത് നിങ്ങളല്ലേ? സോമന് സമ്മതിക്കേണ്ടി വന്നു. അടുത്ത ദിവസം സമയം രാവിലെ 11 മണി. പഞ്ചായത്ത് പ്രസിഡന്റ് ചാത്തുണ്ണി ബാങ്കിൽ നിന്നും ബ്രീഫ് കേസുമായി ഇറങ്ങി വന്ന് തൻ്റെ കാറിൻ്റെ പിൻസീറ്റിൽ കയറിയിരുന്നു. ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്തു. ബ്രീഫ് കേസിനുള്ളിൽ പണമാണ്. 15 ലക്ഷം രൂപ. തൻ്റെ തോട്ടത്തോട് ചേർന്നുള്ള ഒരു റബ്ബർ എസ്റ്റേറ്റ് കൂടി വാങ്ങുവാനുള്ള പരിപാടിയാണ് ചാത്തുണ്ണിക്ക്. 35 ലക്ഷം രൂപയ്ക്കാണ് കരാർ. അതിൻ്റെ അഡ്വാൻസ് കൊടുക്കാനാണ് ഈ പണം. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ചാത്തുണ്ണിയുടെയും അവറാച്ചൻ്റെയും തോട്ടങ്ങളോട് തൊട്ടുകിടക്കുന്ന എസ്റ്റേറ്റാണിത്. അവറാച്ചൻ അറിഞ്ഞാൽ അയാൾ അത് വാങ്ങിക്കുമെന്ന് ചാത്തുണ്ണിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ വില പറഞ്ഞ് ഉറപ്പിക്കാൻ തീരുമാനിച്ചത്. 35 ലക്ഷം രൂപ കൂടുതലൊന്നുമല്ലെന്ന് ചാത്തുണ്ണി കണക്കുകൂട്ടി. 10 വർഷത്തെ റബ്ബർ ഷീറ്റ് വിറ്റാൽ കിട്ടും അത്രയും ലക്ഷം. പിന്നെ തടി വെട്ടുമ്പോൾ നല്ലൊരു തുക വേറെ. എസ്റ്റേറ്റ് ഉടമ 10 മണി കഴിയുമ്പോൾ വീട്ടിലെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാത്തുണ്ണി വാച്ച് നോക്കിയിട്ട് ഡ്രൈവറോട് പറഞ്ഞു. അല്പം കൂടി വേഗത്തിൽ വിടറോ. കാർ പാലമൂട് ജംഗ്ഷനിലൂടെ ഒരസ്ത്രം കണക്കെ പാഞ്ഞുപോയി. ഒടുക്കത്തെ പോക്ക. ഇവനൊന്നും യാതൊരു ലക്കും ലഗാനുമില്ലേ? ഒരാൾ പിറുപിറുത്തു. കാർ കുന്നിൻ ചരിവിനടുത്തെത്തി. വിജനമായ പ്രദേശം. ഇരുവശങ്ങളിലും റബ്ബർ തോട്ടം. പൊടുന്നതിന് എതിരെ ഒരു ജീപ്പ് വന്നു. ഡ്രൈവർ കാർ വെട്ടിച്ചെങ്കിലും ജീപ്പ് അതിൻ്റെ സൈഡിൽ ഉരഞ്ഞു. ഇരുവാഹനങ്ങളും നിന്നു. എന്ത് പോക്രിത്തരമാടാ ഈ കാണിക്കുന്നത്? ചാത്തുണ്ണി ചീത്ത വിളിച്ച ഉടൻ ജീപ്പിൽ നിന്നും 5-6 പേർ ചാടിയിറങ്ങി. തല മൂടത്തക്ക വിധത്തിലുള്ള കറുത്ത തുണി അവർ അണിഞ്ഞിരുന്നു. കണ്ണിൻ്റെ ഭാഗങ്ങളിൽ മാത്രം ഹോളുകൾ. ചാത്തുണ്ണി ഞെട്ടിപ്പോയി. മുഖംമൂടികൾ. രംഗം പന്തിയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. വണ്ടി വിടടാ, അയാൾ നിലവിളിച്ചു. പക്ഷേ വൈകിപ്പോയിരുന്നു. അവരിൽ ഒരാൾ ഡ്രൈവറുടെ കഴുത്തിൽ കത്തി അമർത്തി. മര്യാദയ്ക്കിരിക്കടാ. ചാത്തുണ്ണി ബ്രീഫ് കേസുമായി ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. എന്നാൽ മറ്റൊരാൾ അത് പിടിച്ചു വാങ്ങിയിട്ട് അയാളുടെ അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടി. അമ്മേ. ചാത്തുണ്ണി വിലാപത്തോടെ കാറിൽ ചെന്നിടിച്ചു വീണു.
ക്ഷണനേരം കൊണ്ട് ബ്രീഫ് കേസുമായി അക്രമികൾ ജീപ്പിൽ ചാടിക്കയറി. ശരവേഗത്തിൽ നമ്പർ പ്ലേറ്റില്ലാത്ത ആ ജീപ്പ് കുന്നിറങ്ങിപ്പോയി. എൻ്റെ എല്ലാം പോയടാ. ചാത്തുണി നെഞ്ചത്തടിച്ചു പോയി. കാർ തിരിക്കടാ. അവിടെ അതിന് സ്ഥലമില്ലായിരുന്നു. കുറേ മുന്നോട്ട് പോയിട്ട് ഡ്രൈവർ കാർ തിരിച്ചു. ജീപ്പ് പോയ വഴിയെ അവരും പോയി. പൊടുന്നനെ തോട്ടത്തിൻ്റെ അവസാനത്തിൽ അവർ ഒരു കാഴ്ച കണ്ടു. റോഡിൻ്റെ ഓരത്ത് ഒരു ജീപ്പ് കത്തിയെരിയുന്നു. ചാത്തുണ്ണി കാറിൽ നിന്നിറങ്ങി അവിടേക്ക് ഓടിച്ചെന്നു. പക്ഷേ അത് ശൂന്യം. അയാളുടെ പണം അപഹരിച്ചുകൊണ്ട് പോയവർ സഞ്ചരിച്ചിരുന്ന ജീപ്പാണ് അതെന്ന് ഉറപ്പായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായി ചാത്തുണ്ണി തൻ്റെ കാറിൽ ചാരി നിന്നു. റോഡിലൂടെ ഒരു ജീപ്പ് കയറ്റം കയറി വരുന്നത് കണ്ട് ചാത്തുണ്ണി തലയിളക്കി. റോബിനും റിഞ്ഞിയുമായിരുന്നു അതിൽ. എന്ത് പറ്റിടാടി? അവർ ജീപ്പ് നിർത്തി. ചാത്തുണ്ണിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഡ്രൈവറാണ് വിവരം പറഞ്ഞത്. 15 ലക്ഷം രൂപ? റോബിൻ തലയിൽ കൈവച്ചു. ദൈവമേ, അത് ഏത് ചെകുത്താനാ കൊണ്ടുപോയത്? നിങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ എതിരെ ഏതെങ്കിലും വാഹനം വന്നോ? ഇല്ല. എന്തായാലും ഇങ്ങനെ നിന്നതുകൊണ്ടായില്ലല്ലോ. ഡാഡി കാറിൽ കയറ്. നമുക്ക് ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ചാത്തുണ്ണി കയറി. ജീപ്പും അവിടെയിട്ട് തന്നെ തിരിച്ചു. കത്തിയെറിഞ്ഞുകൊണ്ടിരുന്ന ജീപ്പ് മിക്കവാറും അണയാറായി. പോലീസ് സ്റ്റേഷൻ. അവർ കടന്നു ചെല്ലുമ്പോൾ SP കമലഹാസൻ ആർക്കോ ഫോൺ ചെയ്യുകയായിരുന്നു. മൂവരെയും കണ്ടപ്പോൾ റിസീവർ വെച്ചു. ഇരിക്കൂ. ചാത്തുണ്ണി ഇരുന്നു. മക്കൾ കസേരയുടെ ഇരുവശത്തും നിന്നു. എന്തോ പ്രശ്നമുള്ളതുപോലെ. ഉവ്, റെന്നിയാണ് കാര്യം പറഞ്ഞത്. അത് കേട്ട് കമലഹാസൻ മിഴിച്ചിരുന്നു പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം? അവറാച്ചനും ചന്തുവും ചെയ്യിച്ചതാണോ എന്ന സംശയമുണ്ട്. അയാളുടെ ബസ്സുകൾ കോളേജ് പിള്ളേർ തകർത്തതിന് കാരണക്കാർ ഞങ്ങളാണെന്നാണ് അവറാച്ചൻ്റെ വിചാരം. നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ പ്രതികാരം ചെയ്യുമെന്ന് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. സി. കമലഹാസൻ ചിന്തയോടെ തലയനക്കി. ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ? ചാത്തുണ്ണി SP വിജയദാസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ചന്തു തന്നെയാണ് ഇത് ചെയ്തതെന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും എതിരഭിപ്രായമില്ലായിരുന്നു. ചന്തുവിനെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് SP ഉത്തരവിട്ടു. അവനാണിത് ചെയ്തതെങ്കിൽ തത്ത പറയുന്നത് പോലെ ഞാൻ പറയിക്കും. കമലഹാസൻ ചാത്തുണ്ണിക്ക് ഉറപ്പ് കൊടുത്തു. ശേഖരപിള്ളേ. സാർ. ഹെഡ് കോൺസ്റ്റബിൾ എത്തി. ജീപ്പ് ഇറക്കാൻ പറയൂ. നിങ്ങൾ 4 പേർ കൂടി കയറണം. സാർ. ചാത്തുണ്ണിയുടെയും മക്കളുടെയും മനസ്സിൽ ആശ്വാസത്തിൻ്റെ നേരിയ കണികയുണ്ടായി. പരക്കെ അറിയപ്പെടുന്ന ഒരു ഇടിവീരനാണ് ഇൻസ്പെക്ടർ കമലഹാസൻ. ചന്തുവിൻ്റെ ഓഫീസ്. SI കമലഹാസൻ ഹാഫ് ഡോർ തുറന്ന് അകത്തേക്ക് വന്നു. ചന്തു അപ്പോൾ തൻ്റെ ടൈപ്പിസ്റ്റിനോട് എന്തോ സംസാരിക്കുകയായിരുന്നു. ഇൻസ്പെക്ടറെ കണ്ടപ്പോൾ ടൈപ്പിസ്റ്റ് എണീറ്റു. ചന്തു മെല്ലെ ചിരിച്ചു. ഇൻസ്പെക്ടർ സാർ, ഇരിക്കൂ. ഞാൻ ആദ്യത്തെ സ്വീകരിക്കാൻ വന്നതല്ല മിസ്റ്റർ ചന്തു. ചന്തുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. പിന്നെ? എനിക്കിവിടെ പോലീസ് ആവശ്യമാകേണ്ട പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പക്ഷേ ഞങ്ങൾക്കുണ്ട്. ഓക്കെ. ചന്തു ഒരു ഫയൽ തുറന്ന് അതിൽ നോക്കിയിരുന്നു. കമലഹാസന് കരി കയറി. പക്ഷേ അയാൾ സംയമനം പാലിച്ചു. നിങ്ങൾ ഒന്ന് എണീക്കണം, അയാൾ പറഞ്ഞു. ചന്തു അമ്പരപ്പോടെ തലയുയർത്തി. എന്നോടാണോ? അല്ലാതെ പിന്നെ. ഇവിടെ ഇപ്പോൾ മറ്റാരുമില്ലല്ലോ. എൻ്റെ ഓഫീസിൽ വന്ന് എന്നോട് എണീക്കാൻ പറയാനുള്ള കാര്യം? അതൊക്കെ പറയാം. തൽക്കാലം എൻ്റെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? അതൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? യാതൊരു കാര്യവുമില്ലാതെ സ്റ്റേഷനിൽ വരണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. കാര്യമുണ്ട്. എങ്കിൽ പറയൂ. കാര്യമറിയാതെ വരില്ലേ? ഇല്ല. എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. വാറണ്ടുണ്ടോ? കമലഹാസന് ഉത്തരം മുട്ടി. എങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. വാറണ്ടില്ലാതെ നീ വരില്ലേ? ഇല്ല. എങ്കിൽ അത് തന്നെ ഒന്ന് കാണട്ടെ. കമലഹാസൻ കൈയിൽ ഓങ്ങിയടിച്ചു. എന്നാൽ ചന്തു അതിൽ പിടിച്ചു. തൊട്ടു പോകരുത്. ആ തൊപ്പി തൻ്റെ തലയിൽ കാണില്ല. പിന്നെ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ചന്തുവിനെ അത്ര വേഗം കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മനസ്സിലായ ഇൻസ്പെക്ടർ SPയെ വിവരമറിയിക്കാൻ വേണ്ടി ചന്തുവിൻ്റെ ടേബിളിലിരുന്ന ഫോണിൻ്റെ റിസീവർ എടുത്തു. ഡയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്തു കൈനീട്ടി അത് ഡിസ്കണക്ട് ചെയ്തു. ഓഫീസിൽ നിന്ന് ഫോൺ ചെയ്യാൻ. ഇത് സർക്കാർ ഓഫീസല്ല. ഇവിടെ എൻ്റെ അനുവാദം കൂടാതെ ഒന്നും നടക്കില്ല. ബസ്റ്റാർട്ട്. കമലഹാസൻ പല്ല് കടിച്ചു. ലോക്കപ്പിലിട്ട് നിൻ്റെ ഓരോ എല്ലുകളും ഞാൻ ഇടിച്ചൂരുമിടാ. അങ്ങനെയാകട്ടെ. പിന്നെ മറ്റ് വിശേഷമൊന്നുമില്ലല്ലോ. എങ്കിൽ പോയാട്ടെ. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഒരു പോലീസ് ഓഫീസർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അവഹേളനം. ഹാഫ് ഡോർ തള്ളി തുറന്ന് കനത്ത കാലടികളോടെ ഇൻസ്പെക്ടർ ഇറങ്ങിപ്പോയി. ഉടനെ ചന്തു അവറാച്ചൻ മുതലാളിയെ വിവരമറിയിച്ചു. സാരമില്ലടോ, അവൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നവനെ നമുക്ക് വിലക്കെടുക്കാം. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചിലത് നടന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കയറിയവനെ പോലെ ഒരു കൈയിൽ വാറണ്ടും മറുകൈയിൽ വിലങ്ങുമായി ഇൻസ്പെക്ടർ കമലഹാസൻ ഓഫീസിലേക്ക് വന്നു. അവിടുത്തെ ജീവനക്കാരൊക്കെ ഇത് കണ്ട് അമ്പരന്ന് പോയി. യു ആർ അണ്ടർ അറസ്റ്റ്. വാറണ്ട് നീട്ടിക്കൊണ്ട് കമലഹാസൻ ഗർജിച്ചു. ചാത്തുണ്ണിയുടെ 15 ലക്ഷം രൂപ കവർച്ച ചെയ്തു എന്നതാണ് കാരണം. ഞാനോ? നോ, യുവർ ഫാദർ. എണ്ണീൽക്കടാ. അയാൾ കെയിൻ മേശയിൽ ഓങ്ങിയടിച്ചു. മേശപ്പുറത്തുണ്ടായിരുന്ന ഗ്ലാസ് പാളി പൊട്ടിത്തകർന്നു. ചന്തു ഒന്നും പറയാതെ എണീറ്റു. കൈകൾ നീട്ടി. ഇൻസ്പെക്ടർ വിലങ്ങണിയിച്ചു. വാടാ. SIയുടെ പിന്നാലെ ചന്തു പുറത്തേക്ക് നടന്നു. ഓഫീസ് സ്റ്റാഫാകെ വിരണ്ടിരിക്കുകയാണ്. ചന്തു അവരെ നോക്കി മന്ദഹസിച്ചു. ജീപ്പിൻ്റെ പിന്നിലെത്തിയപ്പോൾ ഇൻസ്പെക്ടർ പിടലിക്ക് പിടിച്ചൊരു തള്ള്. ചന്തു ജീപ്പിനുള്ളിലേക്ക് മറിഞ്ഞു. ഇൻസ്പെക്ടറും കയറി. ജീപ്പ് പാഞ്ഞുപോയി. പോലീസ് സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു SP വിജയദാസ്.
കമലഹാസൻ ചന്തുവിനെ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിച്ചു. ചന്തുവിൻ്റെ കണ്ണുകൾ അഗ്നി പോലെ ജ്വലിച്ചു. ഇവൻ കുറ്റം സമ്മതിച്ചോ? ചോദ്യം എസ് ഐയോടാണ്. ഇല്ല സാർ, ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ. ഇൻസ്പെക്ടർ ചന്തുവിനെ ലോക്കപ്പിനുള്ളിലേക്ക് തള്ളി. പിന്നെ വാച്ച് അഴിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് ലോക്കപ്പിലേക്ക് കയറി. കാൽ കൊണ്ട് തട്ടി വാതിലടച്ചു. ഇൻസ്പെക്ടർ കമൽഹാസൻ തന്നെ ഉപദ്രവിക്കുമെന്ന് ചന്തുവിന് മനസ്സിലായി. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ വെച്ച് തനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് അയാൾ ഓർത്തു. കുറേ നാൾ മുൻപ് ഇൻസ്പെക്ടർ വിക്രം ഈ ലോക്കപ്പിൽ വെച്ച് തന്നെ മർദ്ദിച്ചതാണ്. തൻ്റെ ഡാഡി എന്ന് പറയുന്ന മനുഷ്യൻ ലോക്കപ്പിന് നേരെ തന്നെ നോക്കിയിരിക്കുന്നത് ചന്തു കണ്ടു. മിസ്റ്റർ കമൽ, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ്? ഞാൻ ആരുടെയും പണം അപഹരിച്ചിട്ടില്ല. അത് ഞാൻ തെളിയിപ്പിക്കാമെടാ. നിൻ്റെ ഓഫീസിൽ വെച്ച് നീ എന്നോട് കുറേ വാചക കസർത്ത് നടത്തിയില്ലേ? ചോദിച്ചതും കമലഹാസൻ ഇരു കൈകളും കൊണ്ട് ഒരേ സമയം ചന്തുവിൻ്റെ കവിളുകളിൽ അടിച്ചു. ഞൊടിയിടയിൽ അയാൾ താഴേക്ക് കുനിഞ്ഞു. കമലഹാസൻ്റെ കൈകൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കിയത് മാത്രം മിച്ചം. എടാ! അയാൾ വീണ്ടും തിരിഞ്ഞ് ചന്തുവിനെ അടിച്ചു. ഇത്തവണയും അയാൾ ഒഴിഞ്ഞു. എസ് ഐയുടെ കോപം ഇരട്ടിച്ചു. അടിച്ചു പൊളിക്കടോ ആ റാസ്കലിനെ! ലോക്കപ്പിനരികിലേക്ക് വന്നുകൊണ്ട് SP വിജയദാസ് ആക്രോശിച്ചു. മൂന്നാമത്തെ അടി ചന്തു തടഞ്ഞു. തൻ്റെ കൈ ഒരു ഉരുക്കു ബാറിൽ തട്ടിയതുപോലെയാണ് SIക്ക് തോന്നിയത്. പന്ന കഴിവട്ട മോനെ, നീ പോലീസുകാരോട് കളിക്കാറായിടാ. കമലഹാസൻ്റെ അടുത്ത ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് ചന്തു റിവോൾവർ എടുത്തു. SPയും SIയും ഞെട്ടിപ്പോയി. ആരും ഇത് പ്രതീക്ഷിച്ചിരുന്നതല്ല. അവരുടെ കൈവശവും റിവോൾവറുകളുണ്ട്. ഇനി എന്നെ തൊട്ടാൽ ആ നിമിഷം നിങ്ങളെ ഞാൻ യമപുരിക്ക് അയക്കും, റിവോൾവർ ചൂണ്ടിക്കൊണ്ട് ചന്തു പറഞ്ഞു. SPയുടെ കൈ തൻ്റെ അരക്കെട്ടിലേക്ക് നീണ്ടു. ഡോൺ മൂവ്, ചന്തു കൽപ്പിച്ചു. എനിക്ക് മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴേക്ക് നോക്കിയാൽ ഭൂമി. മറ്റൊന്നും ചിന്തിക്കേണ്ട. ആരോടും കടപ്പാടുകളുമില്ല. നിങ്ങൾക്കാർക്കും അങ്ങനെയല്ലെന്ന് ഓർക്കണം. നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബങ്ങൾക്കായിരിക്കും അതിൻ്റെ നഷ്ടം. വിജയദാസും കമലഹാസനും മരവിച്ചു നിന്നു. പോലീസുകാർക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. മുറ്റത്ത് 2 വാഹനങ്ങളെത്തി. ഒരെണ്ണത്തിൽ നിന്നും IG നരേന്ദ്രനാഥും മറ്റേതിൽ നിന്നും അവറാച്ചൻ മുതലാളിയും കുമാറും ഇറങ്ങി. IGയെ കണ്ടപ്പോൾ SP സല്യൂട്ട് ചെയ്യാൻ കൂടി മടിച്ചു. കാരണം ചന്തു നിറയൊഴിച്ചാലോ. ലോക്കപ്പിനുള്ളിലെ സീൻ കണ്ട് ആഗതരും ഒരു നിമിഷത്തേക്ക് സ്തബ്ധരായി. ചന്തു, എന്താണിത്? IGയുടെ കനത്ത ശബ്ദം. സാർ! അയാൾ റിവോൾവർ മാറ്റി. നിരപരാധിയായ എന്നെ ഇവർ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുകയാണ്. നിൽക്കക്കളിയില്ലെന്ന് വന്നപ്പോൾ എനിക്ക് ഇതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ തന്നെ എന്നെ കൊന്നേനെ. IG SPയെ നോക്കി. മിസ്റ്റർ വിജയദാസ്, എന്തു പറയുന്നു? ചന്തുവാണ് ഇതൊക്കെ ചെയ്തെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല സാർ. എവിഡൻസ്? നോ സാർ, SP പരുങ്ങി. ബട്ട് ദിസ് വാസ് എ ഡെലിബറേറ്റ് കാൽക്കുലേറ്റർ ഓപ്പറേഷൻ സർ. AGയുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. ഡോണ്ട് ടാക്ക് റോട്ട് മിസ്റ്റർ വിജയദാസ്. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ് സർ. യെസ്, വെറും സംശയം കൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകുന്നില്ല. പോലീസ് മർദ്ദനമേൽക്കുമ്പോൾ പലരും ചെയ്യാത്ത തെറ്റുകൾ സമ്മതിച്ചെന്ന് വരും. പ്രത്യേകിച്ച് ചന്തുവിനെ പോലെ സമൂഹത്തിൽ മാന്യനായ ഒരാൾ. മാന്യൻ? SP പല്ല് കളിച്ചു. കഴിഞ്ഞ 6 വർഷങ്ങൾ സെൻട്രൽ ജയിലിൽ കഠിന തടവിന് വിധിക്കപ്പെട്ട് കിടന്നിരുന്ന ഇയാൾ മാന്യനാണെന്ന് സാർ പറഞ്ഞാൽ? വിജയദാസ്, നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട സാർ. ഇയാൾ നിങ്ങളുടെ മകനല്ലേ എന്ന് പറയാൻ എനിക്ക് ആവില്ല സാർ. ഹാ, അതൊക്കെ നിങ്ങളുടെ പ്രശ്നം. IG തിരിഞ്ഞ് SIയെ നോക്കി. ചന്തുവിനെ വിട്ടേരെ. വിജയദാസും കമലഹാസനും ഒപ്പം ഞെട്ടി. സാർ. യെസ്, ക്വസ്റ്റ്യൻ ചെയ്യുക പോലും അതിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തിയ ശേഷം അവർക്ക് രക്ഷപ്പെടാനാവാത്ത രീതിയിൽ വേണം അറസ്റ്റിലേക്ക് നീങ്ങാൻ. അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. വേഗം വേണം, ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്, അവറാച്ചൻ ഓർമ്മിപ്പിച്ചു. SP അയാളെ രൂക്ഷമായി ഒന്ന് നോക്കി. സാർ, ചന്തുവിൻ്റെ റിവോൾവർ? കമലഹാസൻ നരേന്ദ്രനാഥിനെ ഓർമ്മിപ്പിച്ചു. അത് ലൈസൻസ് ഉള്ളതാണ്. അയാൾ കൊണ്ടുപോയിക്കൊള്ളട്ടെ. ലോക്കപ്പ് തുറക്കപ്പെട്ടു. വിജയഭാവത്തിൽ ഒരു ചിരിയോടെ ചന്തു പുറത്തേക്ക് വന്നു. അയാൾ നരേന്ദ്രനാഥിൻ്റെ അരികിലെത്തി. താങ്ക് യു സാർ. പിന്നെ അയാളും അവറാച്ചനും കുമാറിനും അവിടെ നിന്നിറങ്ങി. അവർ കാറിൽ കയറാൻ ഭാവിച്ചപ്പോഴാണ് ചാത്തുണ്ണിയും മക്കളും അവിടെ എത്തുന്നത്. ചന്തുവിനെ കണ്ടപ്പോൾ അവർ വിളറിപ്പോയി. കമലഹാസൻ അയാളെ കണ്ട് സത്യം പറയിപ്പിച്ചു കാണുമെന്നായിരുന്നു അവരുടെ വിചാരം. ചന്തു ചാത്തുണ്ണിയുടെ സമീപത്ത് ചെന്ന് പറഞ്ഞു. ബസ്സുകൾ തകർത്തത് കോളേജ് പിള്ളേരാണെന്നും അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ ഒരു പക്ഷേ നിങ്ങളുടെ പണം തട്ടിക്കൊണ്ടുപോയത് കൊള്ളക്കാരായിരിക്കും. ചാത്തുണ്ണിയും മക്കളും മറുപടി പറയാതെ പല്ല് കടിച്ചു നിന്നു. ആ പിന്നെ, ആ റബ്ബർ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങുവാൻ തീരുമാനിച്ചു. 15 ലക്ഷം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ചാത്തുണ്ണിയുടെ വായി പിളർന്നു പോയി. പക്ഷേ അത് നിങ്ങളുടെ പണമല്ലേ കേട്ടോ. ഞങ്ങൾ ബാങ്കിൽ നിന്നെടുത്തതിന് രേഖകളുണ്ട്. ചന്തു തിരിച്ചു വന്ന കാറിൽ കയറി. ആ ബെൻസ് കാർ റോഡിലൂടെ ഒഴുകിപ്പോയി. ആ നായിൻ്റെ മോനെ ജീവനോട് ഇനി വെച്ചിരിക്കുന്ന പ്രശ്നമില്ല. എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, കരാട്ടക്കാരാ. പക്ഷേ ഭയങ്കര റേറ്റാകും, റോബിൻ പറഞ്ഞു. എത്രയായാലെന്താ, കാര്യം നടക്കുമെന്ന് ഉറപ്പാണോ? ചാത്തുണ്ണി തിരക്കി. അക്കാര്യത്തിൽ സംശയം വേണ്ട, റോബിന് ഉറപ്പാണ്. 10 പേരെ കൂട്ടാം, അവർ ക്ലോസാക്കി തരും. എങ്കിൽ ഇന്ന് തന്നെ നീ അവരെ കാണ്. പണം സേഫിൽ നിന്ന് എടുത്തോ. ഞാൻ വരണോ ചേട്ടാ?
റെന്നിയും എണീറ്റു. വേണ്ടടാ, ഞാൻ മാത്രം പോകാം. റെന്നിയുടെ മുഖം മങ്ങി. അവൻ ചത്തുകഴിഞ്ഞാൽ അവറാച്ചനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാം. അവനാണ് അവറാച്ചൻ്റെ ബലവും ബുദ്ധിയും. ചാത്തുണ്ണി പിറുപിറുത്തു. എന്തായാലും ആ എസ്റ്റേറ്റ് കൈവിട്ടു പോയതോർക്കുമ്പോൾ എൻ്റെ ചങ്കിനകത്തൊരു വേദന. ഡാഡി വിഷമിക്കാതെ, എല്ലാം നേരെയാകുമെന്നേ, റെനി സമാധാനിപ്പിച്ചു. പട്ടണത്തിലെത്തിയ റോബിൻ കരാട്ടെ സുഹൃത്തുക്കളെ കണ്ടു. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞെങ്കിലും അയാൾക്ക് അവരുമായി അത്ര വലിയ അടുപ്പമൊന്നുമില്ല. ബാറിൽ വെച്ച് മറ്റും കണ്ടിട്ടുണ്ടെന്ന് മാത്രം. ഇടയ്ക്ക് 1-2 തവണ സംസാരിച്ചിട്ടുമുണ്ട്. അവർ പ്രതിഫലം വാങ്ങി ആൾക്കാരെ തല്ലാറുണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു. റോബിൻ അവരുമായി സംസാരിച്ചു. ജാക്കിയാണ് അവരുടെ നേതാവ്. 6 അടിയോളം ഉയരവും അതിന് തക്ക വണ്ണവുമുള്ള ജാക്കി. അവൻ്റെ കോലൻ തലമുടി കഴുത്തിന് താഴെ വരെ ഉണ്ടായിരുന്നു. നെറ്റിയെ ചുറ്റി ഒരു കർച്ചീഫ് എപ്പോഴും അവൻ കെട്ടിയിരിക്കും. ഇറുകിയ ബനിയനും ജീൻസും വേഷം. പട്ടണത്തിലെ മുന്തിയ പണക്കാരൻ പയ്യനാണ് അവൻ. പക്ഷേ മിക്കവാറും എല്ലാ അടിപിടി കേസുകളിലെയും പ്രതി. സംഗതിയൊക്കെ സാധിച്ചു തരാം. ഞങ്ങൾ 8 പേർ വരികയും ചെയ്യാം. പക്ഷേ പ്രതിഫലം കൂടും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും എത്ര രൂപ വരും? 50,000. റോബിൻ്റെ കണ്ണു തള്ളി. അതല്പം കൂടുതലാ. എന്നാൽ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തോ. ജാക്കിയും കൂട്ടരും ബൈക്കുകളിൽ കയറുന്നിരുന്നു. 4 ബൈക്കുകൾ. അതിലാണ് അവരുടെ യാത്ര. പോകാൻ വരട്ടെ. റോബിൻ ഒപ്പം ചെന്നു. ഞാൻ പണം തരാം. ഓക്കെ, പണം ആദ്യം കിട്ടണം. പിന്നെ ആളിനെ കാണിച്ചു തരികയും വേണം. ഏറ്റു. അടുത്ത നാൾ സായാഹ്നത്തിൽ ചന്തുവും കുമാറും അവറാച്ചൻ്റെ ഔട്ട് ഹൗസിലേക്ക് മടങ്ങുകയായിരുന്നു. പാലമൂട് ജംഗ്ഷൻ കഴിഞ്ഞുള്ള വിജനമായ പാത. ഇരുവശത്തും കാപ്പിത്തോട്ടങ്ങൾ. ഒരു വളവിന് വീതിയേറിയ ഭാഗത്ത് ബൈക്കുകൾ 4 സൈഡ് ചേർത്തു വച്ച് അവയിൽ ഇരിക്കുകയായിരുന്നു ജാക്കിയും സുഹൃത്തുക്കളും. ഒപ്പം റോബിനുമുണ്ട്. വരുന്നുണ്ട്. ബൈനോക്കുലറിലൂടെ താഴെ നിന്നും വന്നുകൊണ്ടിരുന്ന കാറിൽ ശ്രദ്ധിച്ചതിന് ശേഷം റോബിൻ പറഞ്ഞു. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് കക്ഷി. കാറിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഒരാൾ കൂടി. സാരമില്ല, കാർ അടുത്തെത്താറായി. ഞാൻ മാറി നിൽക്കാം. എന്നെ കണ്ടാൽ ശരിയാകില്ല. റോബിൻ കാപ്പി ചെടിക്ക് പിന്നിലേക്ക് മാറി. ജാക്കിയും കൂട്ടുകാരും മുഖത്തിൻ്റെ പകുതി ഭാഗം മറയത്തക്ക വിധത്തിൽ ഒരു തരം മുഖംമൂടി വലിച്ചിട്ടു. അതവർ കഴുത്തിൽ കെട്ടിയിരിക്കുകയായിരുന്നു. പിന്നെ വേഗത്തിൽ ബൈക്കുകൾ റോഡിൻ്റെ നടുവിലേക്ക് മാറ്റിവെച്ചു. അവയ്ക്കൊന്നിന് നമ്പറുകൾ ഉണ്ടായിരുന്നില്ല. അവരെ കണ്ടപ്പോഴേ ചന്തുവിന് അപകടം മനസ്സിലായി. കുമാറും ചന്തുവും മുഖാമുഖം നോക്കി. ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയാലോ ചന്തു അണ്ണ? അയാൾ അതിന് മറുപടി പറയാതെ കീശയിൽ തപ്പി നോക്കി. ജാക്കി ബൈക്കുകൾക്ക് മുന്നിൽ നിന്ന് കൈകൾ ഉയർത്തി കാർ നിർത്തുവാൻ ആംഗ്യം കാട്ടി. കുമാറിൻ്റെ ഹൃദയത്തിൽ പെരുമ്പറയുടെ മുഴക്കം. ചന്തു ബ്രേക്ക് അമർത്തി. അവർ 8 പേരും കാറിന് മുന്നിൽ അർദ്ധവലയം സൃഷ്ടിച്ചു നിന്നു. ചന്തു മെല്ലെ ഡോർ തുറന്നിറങ്ങി. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. പൊടുന്നനെ അവരുടെ കൈകളിൽ ഓരോ ആയുധങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഇടിക്കട്ട, വടിവാൾ, നഞ്ചക്ക്, 2 അടി നീളമുള്ള ഉരുക്കുവടി. ചന്തു കാറിൻ്റെ മുന്നിലേക്ക് ചെന്നു. നിങ്ങൾക്ക് എന്ത് വേണം? ഓരോരുത്തരെയും മാറി മാറി നോക്കിക്കൊണ്ട് അയാൾ തിരക്കി. മറുപടി പറയാൻ തുനിഞ്ഞ ജാക്കി പെട്ടെന്ന് നിർത്തി. പിന്നെ ചന്തുവിനെ സൂക്ഷിച്ചു നോക്കി. മുഖത്തിൻ്റെ പകുതി ഭാഗം വീതം മറച്ചിരുന്നതിനാൽ ചന്തുവിനെ ആരെയും മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. ചന്തുവിനെ അവർ അടിച്ചു പൊടിക്കുമെന്ന് തോന്നിയ കുമാറും പുറത്തിറങ്ങി. തന്നെ കൊല്ലാതെ അവർ ചന്തു അണ്ണനെ തൊടാൻ താൻ സമ്മതിക്കില്ല. എന്താണ് നിങ്ങൾക്ക് ആവശ്യം? ചന്തു വീണ്ടും തിരക്കി. അപ്പോഴും ജാക്കി മറുപടി പറയാതെ നിശ്ചലം നിൽക്കുകയാണ്. കൂട്ടുകാർ അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ ചന്തുവിൽ തന്നെ തറഞ്ഞിരിക്കുകയാണ്. കാപ്പിയുടെ മറവിലിരുന്ന് റോബിൻ എത്തി നോക്കി. തൻ്റെ ആൾക്കാർ ആക്രമിക്കാൻ വൈകുന്നതിൽ അവന് അസ്വസ്ഥത തോന്നി. ചന്തു മാസ്റ്റർ അല്ലേ? ജാക്കി തിരക്കി. ചന്തുവിൻ്റെ മുഖത്തും വിസ്മയം. വടിവാൾ താഴ്ത്തിയിട്ട് ജാക്കി മുന്നോട്ട് വന്നു. അവൻ തൻ്റെ മുഖം മൂടി വലിച്ചു മാറ്റി. ചന്തുവും ആ മുഖം ഓർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. മാസ്റ്റർക്ക് എന്നെ മനസ്സിലായില്ലേ? ചന്തുവിൻ്റെ ഓർമ്മകൾ കോബ്ര കരാട്ടെ സ്കൂളിലെത്തി. അവിടെ താൻ പഠിപ്പിക്കുന്ന കുറേ യുവാക്കൾ. ജാക്കി? അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. യെസ് മാസ്റ്റർ. ജാക്കിക്ക് ഉത്സാഹമായി. ശിക്ഷ കഴിഞ്ഞ് മാസ്റ്റർ പുറത്തു വന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ കാണാൻ കഴിഞ്ഞത് ഇത്തരം സാഹചര്യത്തിലാണല്ലോ. ജാക്കിയുടെ കൂട്ടുകാരും മുഖംമൂടി മാറ്റിയിട്ട് അടുത്തു വന്ന് ചന്തുവിനെ വണങ്ങി. അവരെല്ലാം തന്നെ തൻ്റെ കുട്ടികളാണെന്ന് ചന്തു പറഞ്ഞു. കുമാറും വിസ്മയത്തിൽ നിൽക്കുകയാണ്. റോബിന് കോപം അടക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പണം വാങ്ങിയിട്ട് ഈ നന്ദിയില്ലാത്തവന്മാർ. മാസ്റ്ററെ ഇല്ലാതെയാക്കുവാനായിരുന്നോ ഞങ്ങൾ പണം വാങ്ങിയത്? ആരുടെ കയ്യിൽ നിന്ന്? ചന്തുവിന് അമ്പരപ്പ്. റോബിൻ്റെ. അവനെവിടെ? ഒരാൾ കാപ്പിത്തോട്ടത്തിന് നേരെ തിരിഞ്ഞപ്പോൾ കാപ്പിച്ചെടി ഒന്ന് കുലുങ്ങി. പിന്നെ അവയ്ക്കിടയിലൂടെ ഒരു മനുഷ്യൻ ഓടിപ്പോകുന്നത് കണ്ടു. ചന്തുവിന് ചിരിപ്പൊട്ടി. എത്രയായിരം വാങ്ങി? 50. അപ്പോൾ എൻ്റെ തലയ്ക്ക് അത്രയും വിലയുണ്ടോ? മാസ്റ്റർ. ജാക്കിയുടെ സ്വരം താണു. പൊറുക്കണം. സാരമില്ല, ഇതൊക്കെ ഒരു തമാശയായേ ഞാൻ കാണുന്നുള്ളൂ. എന്നാലും അതങ്ങ് മറക്കടോ. എതിരാളി മാഷാണെന്ന് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരമില്ലായിരുന്നു. ജാക്കി അയാളുടെ കൈ കവർന്നു. മാഷു ഒറ്റവാക്ക് പറഞ്ഞാൽ മതി. അങ്ങയെ ഇല്ലാതാക്കാൻ തുനിഞ്ഞ റോബിനെ തല്ലിയൊടിച്ച് ഈ പാദങ്ങളിൽ കൊണ്ടിടാം. തൽക്കാലം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരിക്കൽ നിങ്ങളുടെയൊക്കെ സഹായം എനിക്ക് ഉണ്ടാകേണ്ടതായി വരും. അന്ന് പറയാം. അത് മതി മാഷേ. ഓക്കെ, പിന്നെ കാണാം. ഇത്? ജാക്കി കുമാറിനെ നോക്കി. എൻ്റെ സുഹൃത്താണ്. എല്ലാവരും കുമാറിന് കൈ കൊടുത്തു. അയാളും ചന്തുവും കാറിൽ കയറി. അവർ ബൈക്കുകളിൽ റോഡിൽ നിന്നും മാറ്റി. ചന്തു കൈ ഉയർത്തി വീശിയിട്ട് കാർ മുന്നോട്ടെടുത്തു. ചന്തു അണ്ണനെ അവരെന്താണ് മാഷെന്ന് വിളിച്ചത്? കുറേ കാലം ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിലോ അതോ കോളേജിലോ?
സ്കൂളിൽ, കരാട്ടെ സ്കൂളിൽ. അപ്പോൾ ചന്തു അണ്ണൻ? കുമാർ ബാക്കി പറയുന്നതിന് മുമ്പ് അയാൾ വിലക്കി. പിന്നെ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. പോയിക്കോണം എൻ്റെ മുന്നിൽ നിന്ന്, പുറത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ചാത്തുണ്ണി മുതലാളി അലറി. റോബിൻ തലകുനിച്ച് നിൽക്കുകയാണ്. എൻ്റെ 50,000 രൂപയും കളഞ്ഞു, അഭിമാനവും തകർത്തു. ശവം. നീയല്ലടാ പറഞ്ഞത് അവന്മാർ നിൻ്റെ പോക്കറ്റിലാണെന്ന്. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? ഡാഡി, അത് മിണ്ടരുത് നീ. എടാ, ചാത്തുണ്ണിയുടെ മോനാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. തന്തയുടെ ഏതെങ്കിലും ഒരു ഗുണം കാണിക്കണം. റെന്നി ഇരുന്ന് ചിരിക്കുകയാണ്. നീ എന്തിനാടാ ഇളിക്കുന്നത്? റോബിൻ അവനെ തുറച്ചു നോക്കി. എന്നെ കൂടാതെ ഒറ്റയ്ക്ക് പോയതല്ലേ, എന്നിട്ടിപ്പോൾ എന്തായി? നീയും കൂടുതൽ ചിലയ്ക്കേണ്ട. നിന്റെ കഴിവ് എനിക്കറിയാവുന്നതാണ്. വെറുതെ കിടന്ന് ചിലയ്ക്കാതിരിക്കടാ. ചാത്തുണ്ണി ഇടപെട്ടു. ഇനി എന്തു വേണമെന്ന് ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. ഇരുവരും മൗനം. അടുത്ത മാസം 14-ാം തീയതിയാണ് കേസിൻ്റെ അവധി. രണ്ടുപേരും മറക്കണ്ട. റെന്നിയുടെ ആദ്യ കേസിൻ്റേത് മറ്റന്നാളും. ചാത്തുണ്ണി എണീറ്റ് തൻ്റെ റൂമിലേക്ക് പോയി. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞുകൊണ്ടിരുന്നു. അഡ്വാൻസ് കൊടുത്ത റബ്ബർ തോട്ടം അവറാച്ചൻ മുതലാളി എഴുതിച്ചു. അതറിഞ്ഞപ്പോൾ മുതൽ അടിയും കൊണ്ട് പുളിയും കുടിച്ചു എന്ന് പറഞ്ഞതുപോലെയായി ചാത്തുണ്ണി. അവറാച്ചനെയും ചന്തുവിനെയും എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് തന്നെ അയാൾ തീരുമാനിച്ചു. 2-3 ദിവസം ചിന്തിച്ചപ്പോൾ പറ്റിയ ഒരു മാർഗം അയാളുടെ ബുദ്ധിയിൽ തെളിഞ്ഞു. എടാ റെന്നി, ചാത്തുണ്ണി വിളിച്ചു. എന്താ ഡാഡി? നീ രഹസ്യമായി ഒരു കാര്യം തിരക്കണം. എന്താണ്? അവറാച്ചൻ്റെ മധ്യ ഗോഡൗണിൻ്റെ കീപ്പർമാർ ആരൊക്കെയാണെന്ന്. എന്തിനാണ് ഡാഡി? പറഞ്ഞത് കേൾക്കടാ. ഓ, അവൻ അലസമായി മൂളി. എന്നാൽ അടുത്ത ദിവസം വൈകുന്നതിന് മുമ്പ് അവൻ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ഡാഡിയെ ഏൽപ്പിച്ചു. ചാത്തുണ്ണി ഓരോരുത്തരുടെയും പേരുകൾ വായിച്ചു നോക്കി. അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളും മനസ്സിലാക്കി. അനന്തരം വീണ്ടും റെന്നിയോട് കൽപ്പിച്ചു. സ്റ്റോർ കീപ്പർ ആൽബർട്ടിനെ നീ കാണണം. രഹസ്യമായി ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരികയും വേണം. ഓക്കെ ഡാഡി. റോബിനെയും കൂട്ടിക്കോ. സമയം സന്ധ്യ. അവറാച്ചൻ മുതലാളിയുടെ സ്റ്റോർ കീപ്പർ ആൽബർട്ട് വേഗത്തിൽ തൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. മധ്യവയസ്കനാണ് ആൽബർട്ട്. ഭാര്യയും പറക്കമുറ്റാത്ത 2 കുട്ടികളും അയാൾക്കുണ്ട്. ചെമ്മൺ റോഡിലൂടെ 15 മിനിറ്റ് നടക്കണം വീട്ടിലെത്തുവാൻ. 5 മിനിറ്റ് നടന്നു കാണും. പൊടുന്നനെ പൊടി പറത്തിക്കൊണ്ട് പിന്നിലൂടെ വന്ന ഒരു ജീപ്പ് അയാളുടെ അരികിൽ ബ്രേക്ക് ചെയ്തു. പൊടിക്കിടയിലൂടെ ജീപ്പിൽ ഇരിക്കുന്നവരെ മനസ്സിലാക്കുവാൻ ആൽബർട്ടിന് ഒരു നിമിഷം വേണ്ടി വന്നു. ചാത്തുണ്ണി മുതലാളിയുടെ മക്കളാണ് അവരെന്ന് മനസ്സിലായപ്പോൾ അയാൾ ഭവ്യത കാട്ടി. ആൽബർട്ടിനെ തേടി തന്നെ വന്നതാ ഞങ്ങൾ, റോബിൻ പറഞ്ഞു. ആൽബർട്ട് വിസ്മയം പൂണ്ടു. ജീപ്പിലേക്ക് കയറിക്കോ. ഡാഡിക്ക് നിങ്ങളെ അത്യാവശ്യമായും കാണണമെന്ന് റെന്നി അറിയിച്ചു. അതിപ്പോൾ? ആൽബർട്ട് പരിങ്ങി. വീട്ടിൽ ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. അതിനെന്താ, വേഗത്തിൽ തിരികെ കൊണ്ടുവന്ന് വിട്ടേക്കാം. ചാത്തുണ്ണിയുടെ മക്കളെ പിണക്കുന്നത് ശരിയല്ലെന്ന് ആൽബർട്ടിനറിയാം. എന്നാൽ താൻ ഇവരുടെ കൂടെ പോയത് അവറാച്ചൻ മുതലാളി അറിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയുമില്ല. ഒന്ന് വേഗം കയറി ആൽബർട്ടെ. അയാൾ കയറി. ജീപ്പ് ചാത്തുണ്ണിയുടെ ബംഗ്ലാവിലേക്ക് പാഞ്ഞു. മുറ്റത്തെ പുൽത്തകടിയിൽ ചൂരൽ കസേരയിൽ ചാരിക്കിടക്കുകയായിരുന്നു ചാത്തുണ്ണി. ജീപ്പ് പോട്ടിക്കോവിൽ വന്ന് നിന്നപ്പോൾ അയാൾ നിവർന്നിരുന്നു. റോബിനെ, റെന്നിയും ആൽബർട്ടിനെയും കൂട്ടി ഡാഡിയുടെ മുന്നിലെത്തി. എങ്ങനെയുണ്ട് ആൽബർട്ടെ, ജീവിതമൊക്കെ സുഖമാണോ? അതേ മുതലാളി. അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ തന്നെ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. മുതലാളി ഒരു കെട്ട് 100 രൂപ നോട്ടും ചെറിയ കുപ്പിയും ടീപ്പോയിൽ വെച്ചു. ആൽബർട്ടിൻ്റെ നെറ്റി ചുളിഞ്ഞു. 10,000 രൂപയുണ്ട്. ആൽബർട്ടിനുള്ളതാണ്. എനിക്കോ? അതെ. എന്തിനാണ് മുതലാളി? ഈ പണം ഞാൻ നിനക്ക് തരുമ്പോൾ നീ എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്തു തരണം. അതെന്താണാവോ? അത്രയ്ക്ക് സീരിയസ് ഒന്നുമല്ലടാ. ദാ, ഈ കുപ്പിയിലെ ദ്രാവകം നീ മദ്യത്തിലൊന്ന് കലർത്തിയേക്കണം. ഇരുചെവി അറിയില്ല. നിന്നെ ആരും സംശയിക്കത്തുമില്ല. എന്താണിത്? ഇത്തിരി വിഷം. ചാത്തുണ്ണി ഒരു സിഗരറ്റ് കത്തിച്ചു. വയ്യ, എന്നെ കൊണ്ട് വയ്യ. ചാത്തുണ്ണിയുടെ കണ്ണുകൾ കുറുകി. ഒരു കുറുക്കൻ്റെ കൗശലം അവിടെ ദൃശ്യമായി. ശരിക്കും ചിന്തിച്ചിട്ട് തന്നെയാണോ ചാത്തുണ്ണിയുടെ ഓഫർ നീ നിരസിക്കുന്നത്? അതെ മുതലാളി. ആളെ കൊല്ലുന്ന പണിക്ക് കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുമാത്രമല്ല, തിന്ന ചോറിന് നന്ദിയുള്ളവനാണ് ഞാൻ. അവറാച്ചൻ മുതലാളിയെ ഞാൻ ചതിക്കില്ല. ചാത്തുണ്ണി മെല്ലെ തലയിളക്കി. അയാൾ മക്കളെ നോക്കി. അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായെന്ന് തൊട്ടടുത്ത നിമിഷത്തിലെ പ്രവൃത്തി കൊണ്ട് തെളിഞ്ഞു. മുഖമടിച്ച് ഒരടിയേറ്റ് ആൽബർട്ട് ചാത്തുണ്ണിയുടെ കാൽച്ചുവട്ടിൽ വീണു. പാവം. ചാത്തുണ്ണി ചിരിച്ചു. എന്തിനാ റെന്നി ഇത്രയും ശക്തിയിൽ ഇവനെ നീ അടിച്ചത്? വിളിച്ചു കൊണ്ടുവന്ന് ദ്രോഹിക്കുന്നോ? പറഞ്ഞിട്ട് അയാൾ ആൽബർട്ടിൻ്റെ മുതുകിൽ ഇടത്തുകാൽ അമർത്തിക്കൊണ്ട് തലമുടിയിൽ കുത്തിപ്പിടിച്ച് മുഖം ഉയർത്തി. നീ എന്താടാ പറഞ്ഞത്? പറ്റില്ലെന്നോ? എങ്കിൽ ഒരു കാര്യം, ഞാൻ എടുത്തു വച്ച ഈ വിഷം നീ കുടിക്കണം. അല്ലെങ്കിൽ നിന്നെ ഞാൻ കുടിപ്പിക്കും. മുതലാളി. എന്തോ പറയുവാൻ ആൽബർട്ട് വായി തുറന്നപ്പോൾ ചുണ്ടുകളിൽ ചോരയുടെ തിളക്കം. അനുസരിക്കാമോടോ നിനക്ക്? അവിടെ കിടന്നുകൊണ്ട് തന്നെ അയാൾ മൂവരെയും മാറി മാറി നോക്കി. താൻ അനുസരിച്ചില്ലെങ്കിൽ ഇവർ തന്നെ കൊല്ലുമെന്ന് പോലും അയാൾക്ക് തോന്നി. അനുസരിക്കാം. നേരത്തെ ഇത് പോരായിരുന്നോ? ആൽബർട്ടെ, ആ എണീക്ക്. അയാൾ എണീറ്റു. ചാത്തുണ്ണി പണവും വിഷവും അയാൾക്ക് നൽകി. എന്തെങ്കിലും കാരണത്താൽ നീ ഈ വിവരം ആരോടെങ്കിലും പറയുകയോ എന്നെ അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഫലം ഭയാനകമായിരിക്കും. നിന്റെ ഭാര്യയും മക്കളുമൊക്കെ സുഖമായി കഴിയുന്നതായിരിക്കുമല്ലോ നിനക്കിഷ്ടം. ആൽബർട്ടും ഭയന്നു പോയി. റോബിനെ, നീ ഇവനെ തിരിച്ചുകൊണ്ട് വിട്ടിട്ട് വാ. യെസ് ഡാഡി. അടുത്ത ദിവസം ചാത്തുണ്ണി കൊടുത്ത കൊടും വിഷവുമായാണ് ആൽബർട്ട് സ്റ്റോറിലെത്തിയത്.
ഇനിത് ആരുമറിയാതെ മദ്യത്തിൽ കലർത്തണം. അയാൾ അതിനുള്ള തക്കം പാർത്തു. സ്റ്റോറിലെ ജോലിക്കാർ മുഴുവൻ തങ്ങളുടെ ജോലികളിൽ വ്യാപൃതരാണ്. ആൽബർട്ടിന് തൻ്റെ ഹൃദയമിടിപ്പ് മറ്റുള്ളവർ കേൾക്കുമെന്ന് പോലും തോന്നി. ഭയം തേറ്റയെ പോലെ അയാളുടെ ഹൃദയത്തിനുള്ളിൽ ഇഴയുന്നു. അയാളുടെ മുഖത്തെ വല്ലാത്ത ഭാവം മറ്റുള്ളവർ ശ്രദ്ധിച്ചു. തനിക്ക് എന്ത് പറ്റി ആൽബർട്ടെ? ഒരു കൂട്ടുകാരെ തിരക്കി. ഒന്നുമില്ല, ഒരു തലവേദന. തനിക്ക് പറ്റിയ ഒരു അവസരം പാർത്ത് അയാൾ ജോലി ചെയ്തു തുടങ്ങി. അധികം കഴിയും മുമ്പ് അത് കൈവരികയും ചെയ്തു. 10 മണിക്ക് എല്ലാവരും കാപ്പി കുടിക്കാൻ പോയപ്പോൾ സമീപത്തെങ്ങോ ആരുമില്ലെന്ന് ഉറപ്പായപ്പോൾ ആൽബർട്ട് കീശയിൽ നിന്ന് വിഷം നിറച്ചിരുന്ന കുപ്പിയെടുത്തു. അത് വലിയ ജാറിനുള്ളിലേക്ക് കമിഴ്ത്താൻ ഭാവിച്ചതും പിന്നിൽ ഒരു ശബ്ദം കേട്ടു. സബാഷ്! വെടികൊണ്ടതുപോലെ അയാൾ ഞെട്ടിത്തിരിഞ്ഞു. പിന്നിൽ കുമാർ. ആൽബർട്ടിൻ്റെ മുഖം വിളറി. അയാളുടെ കയ്യിൽ നിന്നും വിഷം നിറച്ച കുപ്പി ജാറിനുള്ളിലേക്ക് വീണു. കുമാർ സാർ, ഞാൻ... ആൽബർട്ട് കൈകൾ കൂപ്പി നിന്ന് വിറച്ചു. ശബ്ദിക്കരുത്. കുമാർ അയാളെ പുറത്തേക്ക് നിർത്തി. കാപ്പിക്കുടി കഴിഞ്ഞെത്തിയ തൊഴിലാളികൾ ഈ രംഗം കണ്ട് അമ്പരന്ന് പോയി. ആ ജാറ് പുറത്തേക്ക് മാറ്റൂ, കുമാർ പറഞ്ഞു. അതിൽ ഇയാൾ വിഷം കലർത്തിയതാണ്. മറ്റു തൊഴിലാളികൾ അമ്പരന്നു. ആൽബർട്ട് മദ്യത്തിൽ വിഷം കലർത്തുക. ഓഫീസ് റൂം. ആൽബർട്ടിനെ കാത്തിരിക്കുകയായിരുന്നു ചന്തു. കുമാർ അയാളെ ഓഫീസിലേക്ക് തള്ളി. കുറ്റബോധത്താൽ ആൽബർട്ടിൻ്റെ തല കുനിഞ്ഞുപോയി. ചന്തുവിൻ്റെ കണ്ണുകളിൽ അഗ്നി എരിയുകയാണെന്ന് തോന്നുമായിരുന്നു. ചതിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല, ചന്തു പറഞ്ഞു. നിന്നെ ശിക്ഷിക്കണമെങ്കിൽ എനിക്കതിന് യാതൊരു പ്രയാസവുമില്ല താനും. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നിന്റെ വിധവയായ ഭാര്യയും കുട്ടികളും എന്നെ ശപിക്കേണ്ടി വന്നേക്കും. അതുകൊണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് അറിയുവാൻ ആൽബർട്ട് തല ഉയർത്തി. ഇന്നു മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം. ആരുടെ കീഴിലും ജോലിക്ക് പോകാം. സാർ, ആൽബർട്ട് കരഞ്ഞുപോയി. ഇത്തവണ എനിക്ക് മാപ്പ് തരണം. ഞാൻ തെറ്റ് ചെയ്തു പോയി. എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അവർ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ... എങ്കിൽ രാവിലെ തനിക്ക് ഈ വിവരം എന്നോട് പറയാമായിരുന്നില്ലേ? മറ്റാരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ എൻ്റെ കുടുംബം തകർക്കുമെന്ന് ചാത്തുണ്ണി ഭീഷണിപ്പെടുത്തിയിരുന്നു സാർ. ചന്തു കുമാറിനെ നോക്കി. എന്ത് വേണം കുമാർ? ഇത്തവണ മാപ്പ് കൊടുക്കാം. പക്ഷേ ഇനി എപ്പോഴെങ്കിലും ചതിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ കൈക്കൊണ്ടായിരിക്കും ഇവൻ്റെ മരണം. സത്യമായിട്ടും ഞാൻ ചതിക്കില്ല സാർ. പോയിക്കോ. ഇരുവരെയും മാറി മാറി തൊഴുതിട്ട് അയാൾ പോയി. കുമാറേ, ചന്തു വിളിച്ചു. അയാൾ തലയിളക്കി. നമ്മൾ അങ്ങോട്ട് ദ്രോഹിച്ചിട്ടില്ലെങ്കിലും ചാത്തുണ്ണി അടങ്ങിയിരിക്കുന്ന ലക്ഷണമില്ലല്ലോ. കമോൺ. ചന്തുവും കുമാറും കാറിൽ കയറി. ഇത്തവണ നമ്മൾ വിജയിച്ചു തന്നെ, ചാത്തുണ്ണി മുതലാളി മക്കളോട് പറഞ്ഞു. വൈകുന്നേരം ആവുമ്പോഴേക്കും ആൾക്കാർ ചത്തു വീഴാൻ തുടങ്ങും. പിന്നീട് അവറാച്ചനും ചന്തുവിനും കോളായിരിക്കും. റോബിൻ ഉച്ചത്തിൽ ചിരിച്ചു. SP അങ്കിളിനോട് വിവരം പറയണ്ടേ ഡാഡി? അതൊക്കെ ഞാൻ ഇന്നലെയേ സംസാരിച്ചിട്ടുണ്ട്. ആൾക്കാർ മരിച്ചു വീഴുന്നത് നോക്കി ഇരിക്കുകയാവും വിജയദാസ്. അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോർച്ചിൽ ഒരു കാർ വന്നു നിന്നു. ചന്തുവും കുമാറും അതിൽ നിന്നും ഇറങ്ങി. കോളിംഗ് ബെല്ലമർത്താൻ കാത്തു നിൽക്കാതെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കാൽവെച്ചു. ചാത്തുണ്ണിയുടെയും മക്കളുടെയും സന്തോഷം പെട്ടെന്ന് മാറി. അവർ ചന്തുവിനെ തുറച്ചു നോക്കി. ഞാൻ വന്നത് ഒരു മുന്നറിയിപ്പ് തരാനാണ്. വെറുതെ ഞങ്ങളോട് കളിക്കാനാണ് ഭാവമെങ്കിൽ കളി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ടി വരും. നീ എന്താടാ വീട്ടിൽ കയറുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണോ? റെന്നി ചാടി എണീറ്റു. അതേന്ന് കരുതിക്കോ. മദ്യം കഴിച്ച് ആൾക്കാർ പിടഞ്ഞു വീണ് മരിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയായിരിക്കും അച്ഛനും മക്കളുമെന്ന് എനിക്കറിയാം. എങ്കിൽ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചേര്. അവർ അച്ഛൻ്റെ മദ്യം കഴിച്ച് ഒരുത്തനും ചാകുകയില്ല. അഥവാ അങ്ങനെ വന്നാൽ ചാത്തുണ്ണിയും മക്കളും പിന്നീട് ഈ ഭൂമുഖത്ത് ഉണ്ടായിരിക്കുകയുമില്ല. ചാത്തുണ്ണിക്കും മക്കൾക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ പദ്ധതി ചീറ്റിപ്പോയി. ചന്തുവും കുമാറും ഇറങ്ങി നടന്നു കഴിഞ്ഞിരുന്നു. അവരുടെ കാർ അകന്നുപോയി. ആൽബർട്ട് നമ്മളെ ചതിച്ചു കാണും. അവനെ വെറുതെ വിടരുത്, ചാത്തുണ്ണി കൽപ്പിച്ചു. രാത്രി 2 ജീപ്പുകൾ നിറയെ ചാത്തുണ്ണിയുടെ ഗുണ്ടകൾ ആൽബർട്ടിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞതേയുള്ളൂ. ആൽബർട്ടും ഭാര്യയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. മക്കൾ ഉറങ്ങിക്കഴിഞ്ഞു. ആൽബർട്ട് ഒരു ഉരുള ചോറ് ഉരുട്ടിയതേയുള്ളൂ. പെട്ടെന്ന് തൊഴിയേറ്റ കയ്യിൽ നിന്ന് ചോറ് ചിതറിപ്പോയി. അപ്പോഴാണ് അയാൾ അപകടം മനസ്സിലാക്കിയത് തന്നെ. ഭക്ഷണം വിളമ്പിയ പാത്രങ്ങളും അവർ തൊഴിച്ചെറിഞ്ഞു. ആൽബർട്ടിൻ്റെ ഭാര്യ നിലവിളിയോടെ ചാടി എണീറ്റപ്പോൾ അടിവയറ്റിൽ ചവിട്ടേറ്റു. അമ്മച്ചി! അവൾ അടിവയറ്റിൽ കൈ അമർത്തിക്കൊണ്ട് പിന്നോട്ട് മറിഞ്ഞു. ദ്രോഹികളെ! ആൽബർട്ട് അവരെ എതിരിടാൻ ഒരുങ്ങി. എന്നാൽ ഗുണ്ടകൾ അയാളെ ഫുട്ബോൾ കണക്കെ തട്ടിക്കളിച്ചു. ബഹളം കേട്ട് കുട്ടികൾ ഉണർന്ന് നിലവിളിക്കാൻ തുടങ്ങി. ആകെ ബഹളം. അടുത്ത വീട്ടുകാർ ഉണർന്ന് അവിടേക്ക് ഓടിയെത്തി. ഇനി നിൽക്കുന്നത് അപകടമാണെന്ന് അവർക്ക് മനസ്സിലായി. ഗുണ്ടത്തലവൻ ഒരു ഇരുമ്പ് കമ്പി വലിച്ചെടുത്ത് ഒറ്റയടി. ആ! ആൽബർട്ടിൻ്റെ അലർച്ച അവിടെ നടുക്കം സൃഷ്ടിച്ചു. ഒരു തവണ കൂടി വടി ഉയർന്നു താണു. ഇത്തവണ അയാൾ നിലവിളിച്ചില്ല. കാരണം സ്വബോധം മറഞ്ഞു പോയിരുന്നു. ഹോസ്പിറ്റലിന് മുന്നിൽ കാർ നിന്നു. ചന്തുവും അവറാച്ചനും അതിൽ നിന്നിറങ്ങി. ഇടനാഴിയിലൂടെ 4-ാം വാർഡിലേക്ക് നടക്കുമ്പോൾ ആളുകൾ ബഹുമാനത്തോടെ വഴിയൊഴിഞ്ഞു. 27-ാം നമ്പർ കിടക്കയിൽ ആൽബർട്ട്. അയാളുടെ 2 കാലുകളും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. ശിരസിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ ബാൻഡേജുകളുണ്ട്. കിടക്കക്കരികിൽ നിറക്കണ്ണുകളോടെ ആൽബർട്ടിൻ്റെ ഭാര്യ നിന്നിരുന്നു. അവറാച്ചനെയും ചന്തുവിനെയും കണ്ടപ്പോൾ ആ സ്ത്രീയുടെ ഏങ്ങലടിക്ക് ശക്തി കൂടി. കരയാതെ പെങ്ങളെ, ചന്തു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആൽബർട്ട് കണ്ണു തുറന്നു. സാർ! ദയനീയമായ ശബ്ദം. ആൽബർട്ട് ഒരു സ്റ്റൂൾ വലിച്ചിട്ട് അതിൽ ഇരുന്നു കൊണ്ട് അവറാച്ചൻ തുടർന്നു.
നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങളുടെ ഒരു കാര്യത്തിനും കുറവ് സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ആരാണിത് ചെയ്തതെന്ന് ആൽബർട്ടിനറിയാമോ? ചാത്തുണ്ണി മുതലാളിയുടെ ഗുണ്ടകളാണ്. ഞാൻ നേരത്തെ അവരെ കണ്ടിട്ടുണ്ട്. ഒരു മൊട്ടത്തലയൻ. അയാളാണ് എൻ്റെ കാലുകൾ. മൊട്ടത്തലയൻ. ചന്തുവിനെ ആളിന് മനസ്സിലായി. ചാത്തുണ്ണിയുടെ പുതിയ ഗുണ്ട തലവൻ വിൽഫ്രഡ്. പോലീസ് വന്ന് മൊഴിയെടുത്തോ? ഇല്ല സാർ. ആ നേരത്തെ എസ് ഐ കമലഹാസനും 2 കോൺസ്റ്റബിൾസും അവിടെ എത്തി. മുന്നിൽ ചന്തുവിനെയും അവറാച്ചനെയും കണ്ടപ്പോൾ അയാളൊന്ന് പരുങ്ങി. ഞാൻ ആൽബർട്ടിൻ്റെ മൊഴിയെടുക്കാൻ വന്നതാണ്. നിങ്ങളൊന്ന് മാറിത്തരണം, അയാൾ പറഞ്ഞു. അവറാച്ചനും ചന്തുവും പുറത്തേക്ക് മാറി നിന്നു. കമലഹാസൻ പേരും ജോലിയുമൊക്കെ തിരക്കിയിട്ട് ആൽബർട്ടിനോട് പറഞ്ഞു. ആരാണ് നിങ്ങളെ ആക്രമിച്ചതെന്ന് അറിയില്ലല്ലോ അല്ലേ? എനിക്കറിയാം. കമലഹാസൻ്റെ നെറ്റിയിൽ ചുളിവുകളുണ്ടായി. ആരാണ്? ചാത്തുണ്ണി മുതലാളിയുടെ ഗുണ്ടകളാണ്. കള്ളം പറയരുത്. സത്യമാണ് സാർ പറഞ്ഞത്. ആ മൊട്ടത്തലയൻ ചാത്തുണ്ണി മുതലാളിയുടെ ഗുണ്ടയാണ്. അയാളുടെ പേര് അറിഞ്ഞുകൂടാ. പിന്നെ നിങ്ങൾ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കൊല്ലാൻ വരുന്ന ആളിനോട് പേര് ചോദിച്ചു നിൽക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുമോ സാർ? കടുത്ത വേദനയ്ക്കിടയിലും ആൽബർട്ട് തിരക്കി. ഇൻസ്പെക്ടർ അയാളെ കടുപ്പിച്ചെന്ന് നോക്കി. അയാൾക്ക് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? ചാത്തുണ്ണി മുതലാളി അവറാച്ചൻ മുതലാളിയുടെ മദ്യത്തിൽ കലർത്തുവാൻ എൻ്റെ കയ്യിൽ വിഷം തന്നു. അത് നടക്കാതെ വന്നതിൻ്റെ പ്രതികാരമാണ്. ഐ സി. അപ്പോൾ നിങ്ങൾ ചാത്തുണ്ണിയുടെ കയ്യിൽ നിന്നും വിഷം വാങ്ങിയോ? വാങ്ങി. മറ്റെന്ത് വാങ്ങി? അയാൾ എനിക്ക് 10,000 രൂപയും തന്നിരുന്നു. അങ്ങനെ വരട്ടെ. അപ്പോൾ നിങ്ങളും കുറ്റക്കാരനാണല്ലോ. ജനങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി മദ്യത്തിൽ വിഷം കലർത്താൻ ശ്രമിച്ചില്ലേ? അതിനുവേണ്ടി അച്ചാരം വാങ്ങിയില്ലേ? എന്നെയും എൻ്റെ കുടുംബത്തെയും നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ ചെയ്യിച്ചതാണ് സാറേ. അതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി. ഇത്രയും ആയപ്പോഴേക്കും ചന്തുവും അവറാച്ചനും തിരികെ എത്തി. മിസ്റ്റർ കമലഹാസൻ, നിങ്ങൾ കേസ് മനഃപൂർവ്വം വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. അതിൻ്റെ പരിണതഫലം വളരെ ക്രൂരമായിരിക്കും. നിങ്ങളെന്താണ്, എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എങ്ങനെ വേണമെങ്കിലും കരുതാം. വേണ്ടി വന്നാൽ FIR-ൽ തിരിമറി നടത്തിയെന്ന് പറഞ്ഞ് നിങ്ങളെ കോടതി കയറ്റാനും എനിക്ക് മടിയൊന്നുമില്ല. 2 ജന്മശത്രുക്കളെ പോലെ ചന്തുവും കമലഹാസനും മുഖാമുഖം നോക്കി നിന്നു. പിന്നെ കമലഹാസൻ പോലീസുകാരെയും കൂട്ടി തിരിച്ചുപോയി. ചന്തു ഇത്തിരി നേരം ആൽബർട്ടിൻ്റെ ഒടിഞ്ഞ കാലുകളിൽ നോക്കി നിന്നു. അയാളുടെ മനസ്സിൽ രോഷം പതഞ്ഞു പൊങ്ങുകയായിരുന്നു. പല്ലിന് പല്ല്, ജീവന് ജീവൻ. ഇങ്ങോട്ടടിക്കുന്നതിനേക്കാൾ ഒരു പിടി കൂടി മുന്നിലായിരിക്കണം അങ്ങോട്ടടിക്കുന്നത്. അയാളുടെ മനോവ്യാപാരം എന്താണെന്ന് ചിന്തിക്കുവാൻ ഒരാൾക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ, അവറാച്ചന്. ചാത്തുണ്ണി മുതലാളിയുടെ എസ്റ്റേറ്റിനുള്ളിലെ ചെറിയ കെട്ടിടം, അതിനോട് ചേർന്ന് തന്നെയാണ് റബ്ബറിൻ്റെ പുകപ്പുരയും ഗോഡൗണും എല്ലാം. അവിടുത്തെ മേൽനോട്ടമാണ് വിൽഫ്രഡിന്. അത്യാവശ്യമുള്ള അവസരങ്ങളിൽ മാത്രമേ വിൽഫ്രഡ് നാട്ടിലേക്ക് വരാറുള്ളൂ. അപ്പോഴൊക്കെ ഒരാളെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്യുക പതിവാണ്. സമയം സന്ധ്യ കഴിഞ്ഞതേയുള്ളൂ. വിൽഫ്രഡിനുള്ള ഭക്ഷണവുമായി എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളി പെൺകുട്ടി വന്നു. ഒരു തൊഴിലാളി കുടുംബമാണ് വിൽഫ്രഡിന് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നത്. 6 പെൺകുട്ടികളാണ് ആ വീട്ടിൽ. 6 പേരും അയാൾക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ബലം പ്രയോഗിച്ചാണെങ്കിലും അല്ലാതെയാണെങ്കിലും 6 പേരും വിൽഫ്രഡിൻ്റെ ശരീരത്തിൻ്റെ ചൂടറിഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്നത് 3ാമത്തെ പെൺകുട്ടിയാണ്. നല്ല ആരോഗ്യവും മോശമല്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണ്. ഭക്ഷണം മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ പോകാൻ ഭാവിച്ചപ്പോൾ അയാൾ കയ്യിൽ കടന്നു പിടിച്ചു. അവൾ എതിർത്തില്ല. അകത്തെ മുറിയിൽ കിടക്കയിൽ യുവതി പരിപൂർണമായും വിവസ്ത്രയായതേയുള്ളൂ. പിന്നിൽ ഒരു ശബ്ദം. ഇരുവരും നടുങ്ങിത്തിരിഞ്ഞ് വാതിൽക്കിലേക്ക് നോക്കി. വാതിൽപ്പാളി അടർന്ന് താഴേക്ക് മറിയുന്നു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. ഒരു ട്രക്ക് വന്നിടിച്ചതുപോലെ വാതിൽപ്പാളി വിജായഗിരികൾ ഇളകി അകത്തേക്ക് മറിഞ്ഞു വീണു. വിൽഫ്രഡും യുവതിയും വിറച്ചുകൊണ്ട് എണീറ്റു. തകർന്നു വീണ വാതിലിന് പുറത്തുകൂടി പിന്നിൽ ശക്തമായ വെളിച്ചം. അവരുടെ കണ്ണു അടഞ്ഞുപോയി. പുറത്തു വന്നു നിന്ന ജീപ്പിൻ്റെതായിരുന്നു ആ പ്രകാശം. കറുത്ത പാൻറ്റും ഷർട്ടും കാൻവാസ് ഷൂസും അണിഞ്ഞിരുന്ന ആ മനുഷ്യൻ്റെ ശിരസിൽ പകുതി ചരിച്ചു വച്ചിരിക്കുന്ന ഹാറ്റ്, കറുത്ത ഗ്ലാസുകൾ, ചുണ്ടിൽ എരിയുന്ന സിഗരറ്റ്, കയ്യിൽ കമ്പിവടി. യുവതി കൈകൊണ്ട് നഗ്നത മറച്ചിട്ട് മുറിയുടെ മൂലയിലേക്ക് മാറി. ആഗതൻ ചന്തുവായിരുന്നു. അയാൾ കമ്പി വീശി മുകളിലോടെ അത് തൻ്റെ ശിരസിനു നേരെ വന്നപ്പോൾ വിൽഫ്രഡ് അതിൽ കയറി പിടിച്ചു. വിചാരിച്ചതിൽ ശക്തനും അഭ്യാസിയുമായിരുന്നു വിൽഫ്രഡ്. ഇരുവരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നു. ആ മുറിയിലെ വസ്തുക്കൾ മുഴുവൻ തകർന്നു പോയി. യുവതി ഭയപ്പാടോടെ പുറത്തേക്ക് പാഞ്ഞു, വസ്ത്രങ്ങൾ പോലും എടുക്കാതെ. ചന്തുവിൻ്റെ കയ്യിൽ നിന്നും കമ്പിവടി തെറിച്ചുപോയി. ചന്തുവിലെ കരാട്ടെ മാസ്റ്റർ ഉണർന്നു. ശരീരത്തിലെ ശക്തി മുഴുവൻ മുഷ്ടിയിലേക്ക് ആവാഹിച്ചു. പിന്നെ ഒറ്റയിടി. അമ്മേ! വിൽഫ്രഡ് അലറിപ്പോയി. അയാളുടെ വായിൽ നിന്നും ചോര ചീറ്റിത്തെറിച്ചു. കാറ്റ് പിടിച്ച മരം പോലെ അയാൾ ആടിക്കുഴഞ്ഞ് കിടക്കയിലേക്ക് മറിഞ്ഞു. ചന്തുവിൻ്റെ ശരീരം വിയർപ്പിൽ കുളിച്ചിരുന്നു. അയാൾ മുന്നോട്ട് ചാടി വിൽഫ്രഡിനെ എടുത്തുയർത്തി തലയ്ക്ക് മുകളിലൂടെ 3-4 തവണ വട്ടം ചുറ്റിയിട്ട് വലിച്ചെറിഞ്ഞു. ചെന്ന് വീണത് ഒരു പഴയ ബെഞ്ചിലാണ്. അത് നടുവെ ഒടിഞ്ഞു. പലക കഷ്ണങ്ങൾക്കിടയിൽ നിന്ന് അയാൾ പിടഞ്ഞു, അരണയെപ്പോലെ. തൻ്റെ കയ്യിൽ നിന്നും തെറിച്ചുപോയ ഇരുമ്പ് കമ്പി ചന്തു വീണ്ടും എടുത്തു. പുറം കൈകൊണ്ട് മുഖത്തെ വിയർപ്പ് തുടച്ചു. തൻ്റെ നേരെ ചന്തു അടുക്കുന്നത് കണ്ടപ്പോൾ വിൽഫ്രഡ് എണീക്കുവാനൊരു ശ്രമം നടത്തി. കഴിഞ്ഞില്ല. ചന്തുവിൻ്റെ ആൾക്കാരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, മനസ്സിലായോടാ? വടി ഉയർന്നു താണു. ഹാ! അയാൾ അലറി. വലതുകാൽ ഒടിഞ്ഞു തൂങ്ങിയിരുന്നു. പിന്നീട് 3 തവണ കൂടി ആ വടി ഉയർന്നു താണു. കാലുകളും കൈകളും ഒടിഞ്ഞു മാറി.
ഒരു ചോരക്കട്ട കണക്കെ നിശ്ചലനായി കിടക്കുന്ന വിൽഫ്രഡിനെ നോക്കിയിട്ട് വടിയും വലിച്ചെറിഞ്ഞ് ചന്തു ജീപ്പിനരിയിലേക്ക് നടന്നു. ഈ കളി ഇനിയിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ഒരുക്കമല്ല, ചാത്തുണ്ണി മുതലാളി തീർത്തു പറഞ്ഞു. DSP വിജയദാസ് അയാളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. പിന്നെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഒന്നുകിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ. മരിക്കുന്നത് താനാണെങ്കിലോ? വിജയദാസ് ചാത്തുണ്ണിയുടെ സ്വരത്തിൽ താക്കീത്. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. വെറുതെ പാമ്പിരിക്കുന്ന മാളത്തിൽ തല വെച്ച് കൊടുക്കണമോ? എങ്കിൽ എന്ത് വേണമെന്ന് താൻ പറ. വിൽഫ്രഡിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവനെ അകത്താക്കുവാൻ കഴിയില്ലേ? അതുകൊണ്ട് എന്ത് നേട്ടം? IG സാർ അവരുടെ ആളാണ്. പിന്നെ എന്ത് ചെയ്യും? ഒരു പണിയുണ്ട്. എന്താണ്? ചതി. എങ്ങനെ? ഇൻസ്പെക്ടർ വിക്രമിനെ ഇല്ലാതാക്കിയതുപോലെ. രാവിലെ അവൻ അവറാച്ചൻ്റെ വീട്ടിൽ നിന്നും വരുന്ന നേരത്താണെങ്കിൽ താഴെ കൊക്കയിൽ കിടന്നുകൊള്ളും. ആ ആശയത്തോട് ചാത്തുണ്ണിക്കും യോജിപ്പ് തോന്നി. അയാൾ മക്കളെ വിളിച്ചു. എടാ റോബിൻ, റെന്നി, ഇവിടെ വാ. അടുത്ത ദിവസം രാവിലെ ചന്തു നേരെ അവറാച്ചൻ മുതലാളിയുടെ മുന്നിലെത്തി. ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്, പറ്റില്ലെന്ന് മാത്രം പറയരുത്. അവറാച്ചൻ അത്ഭുതത്തോടെ ചന്തുവിനെ നോക്കി. ഇത്രയും നാളായിട്ടും ഒരു കാര്യത്തിന് പോലും ചന്തു മുഖവുര ഉപയോഗിച്ചിരുന്നില്ല. പറയൂ, എനിക്ക് ഉറപ്പ് തരണം. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ ചന്തുവിന്? അയ്യോ അതല്ല, ഞാൻ പറയടോ. പട്ടണത്തിൽ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, ധർമ്മപ്രസാദ്. ആൾ വിദഗ്ധനാണ്. ലിസിയെ, അദ്ദേഹത്തെ ഒന്ന് കാണിക്കണം. ഡോക്ടർ പറയുകയാണെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യണം. ചന്തു, അത് വേണോ? അവറാച്ചൻ പരുങ്ങി. എത്രയോ ഡോക്ടേഴ്സിനെ അവിടെ ഞാൻ കാണിച്ചിരിക്കുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. താങ്കൾ വിചാരിക്കും പോലെയല്ല ഡോക്ടർ ധർമ്മപ്രസാദ്. അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ ലിസിക്ക് എല്ലാവിധ സുരക്ഷിതത്വവും ഉണ്ടായിരിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് മേരി അവിടേക്ക് വന്നത്. ചന്തു പറയുന്നത് പോലെ നമുക്ക് മോളെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? എത്ര കാലമാ ഭ്രാന്താണെന്നും പറഞ്ഞിങ്ങനെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ അവറാച്ചനും എതിരഭിപ്രായമില്ലായിരുന്നു. ചന്തു ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്തു. ഡോക്ടർ ധർമ്മപ്രസാദുമായി ബന്ധപ്പെട്ടു. ലിസിയെ അന്ന് തന്നെ അവിടെ എത്തിക്കുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. അമ്മ ലിസിയെ ഒന്ന് തയ്യാറാക്ക്. ചന്തു മേരിയെ നോക്കി. അവർ അത് സമ്മതിച്ചു. മേരി ലിസിയെ കുളിപ്പിച്ച് നല്ല സാരി ഉടുപ്പിച്ച് കണ്ണെഴുതി. പൊട്ടുതൊട്ട് ഒരു യന്ത്രം കണക്കെ അവൾ എല്ലാത്തിനും വഴങ്ങിക്കൊടുത്തു. ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ലെന്ന് മാത്രം. അണിഞ്ഞൊരുങ്ങി വിസിറ്റിംഗ് റൂമിലെത്തിയ ലിസിയെ ചന്തു ഇമോയ്ക്ക് അനക്കാതെ നോക്കിപ്പോയി. അത്രയും സൗന്ദര്യമുള്ള ഒരു കുട്ടി ആ പ്രദേശത്തെങ്ങുമില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പോകാൻ ലിസി, ചന്തു പറഞ്ഞതിന് അവൾ മറുപടി പറഞ്ഞില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേരി ഒരു പെട്ടിയിലാക്കി. ഞാൻ കൂടി വരാം. ശരി. 5 മിനിറ്റുകൾക്കുള്ളിൽ മേരിയും തയ്യാറായി. ചന്തു താൻ ഉപയോഗിച്ചിരുന്ന കാറിൽ അവരെ കയറ്റി. പോയി വരട്ടെ. അവറാച്ചനോട് യാത്ര പറയുമ്പോൾ അകത്ത് ഫോൺ ബെൽ ശബ്ദിച്ചു. ചന്തു ഒരു നിമിഷം. അവറാച്ചൻ വേഗം ചെന്ന് റിസീവർ എടുത്തു. പിന്നെ വിളിച്ചു പറഞ്ഞു. ചന്തുവിനാണ് ഫോൺ. ആരാ? അയാൾ കാറിൽ നിന്നിറങ്ങാതെ തിരക്കി. ഒരു സ്ത്രീസ്വരമാണ്. ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല. എങ്കിൽ പിന്നീട് വിളിക്കാൻ പറയൂ. ഒരു വഴിക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ തിരികെ വരുന്നത് ശരിയല്ല. വളരെ അർജൻറ്റാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കാര്യം പറഞ്ഞുകൂടെ? ഞാൻ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങുന്ന ആളല്ല. ചന്തു വന്ന് ഫോൺ അറ്റൻഡ് ചെയ്യൂ. മനസ്സില്ല മനസ്സോടെ അയാൾ ഇറങ്ങിച്ചെന്ന് റിസീവർ വാങ്ങി. ഹലോ, ഇത് ഞാനാണ്, മെറീന. അപ്പുറത്തു നിന്നും വേഗത്തിലുള്ള ശബ്ദം. നിനക്ക് എന്ത് വേണം? നീരസത്തോടെ അയാൾ തിരക്കി. ചന്തു, എന്നും സഞ്ചരിക്കുന്ന ആ കാറിൽ കയറരുത്. അതിൻ്റെ ബ്രേക്ക് അഴിച്ചുവിട്ടിരിക്കുകയാണ്. ആര്? ചാത്തുണ്ണിയുടെ ആൾക്കാർ. മൈ ഗോഡ്. പൊടുന്നനെ ഫോൺ കട്ടായി. ചന്തു പുറത്തേക്ക് ഓടി വന്നു. എന്തു പറ്റി ചന്തു? അവറാച്ചൻ തിരക്കി. കാറിൻ്റെ ബ്രേക്ക് ചാത്തുണ്ണിയുടെ ആൾക്കാർ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അവറാച്ചൻ ഞെട്ടി. ദൈവമേ! മേരി മകളെയും കൊണ്ട് ചാടിയിറങ്ങി. ചന്തു കാർ പരിശോധിച്ചു. അത് സത്യമായിരുന്നു. ചന്തുവിൻ്റെ സിരകൾ ത്രസിച്ചു. ഫോൺ അറ്റൻഡ് ചെയ്യാതെ പോയിരുന്നെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കാനുള്ള കരുത്ത് പോലും അയാൾക്കുണ്ടായില്ല. തനിക്ക് വേണ്ടി അവർ ഒരുക്കിയ കെണിയിൽ 2 പാവം സ്ത്രീകൾ കൂടി. അയാൾ പല്ലു കടിച്ചു. മെറീനയെ കാണണം. സംഭവങ്ങളുടെ വാസ്തവം അറിയണം. തൽക്കാലം ഇന്നിനി പോകണ്ട, അവറാച്ചൻ മുതലാളി പറഞ്ഞു. അത് പറ്റില്ല. ഇന്ന് തന്നെ ഞാൻ ലിസിയെ ഡോക്ടറെ കാണിക്കും. അയാൾ മറ്റൊരു കാർ ഇറക്കി. ഡ്രൈവ് വേയിലൂടെ മുന്നോട്ടും പിന്നോട്ടും എടുത്ത് ബ്രേക്ക് പരിശോധിച്ച് തൃപ്തിപ്പെട്ടു. അതിൽ സ്ത്രീകളെ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക്. ഈ അവസരത്തിൽ അങ്ങകലെ കുന്നിൻ മുകളിൽ നിന്ന് ബൈനോക്കുലറിലൂടെ റോഡിലേക്ക് നോക്കുകയായിരുന്നു ചാത്തുണ്ണിയും മക്കളും. അവൻ കാറ് മാറിയാണല്ലോ ഇന്ന് പോകുന്നത്, റോബിൻ ജാളിതയോടെ പറഞ്ഞു. ചാത്തുണ്ണി നെറ്റി ചുളിച്ചു. ഒരു കാറിൻ്റെ ബ്രേക്ക് മാത്രമേ അഴിച്ചുവിട്ടിരുന്നുള്ളൂ? റെന്നി തല കുലുക്കി. ചാത്തുണ്ണി തിരിഞ്ഞതും കൈവീശി ഒറ്റയടി. പടക്കം പൊട്ടുന്ന ശബ്ദം. റെന്നി കവിളിൽ കൈ അമർത്തി നിലവിളിയോടെ. നീയൊക്കെ ജീവിച്ചിരിക്കുന്നതാണ് എനിക്ക് കോടാലി. ബുദ്ധിയില്ലാത്തവന്മാർ. എല്ലാ വാഹനങ്ങളുടെയും ബ്രേക്ക് അഴിച്ചു വിട്ടിരുന്നെങ്കിൽ നീയൊക്കെ മുടിഞ്ഞു പോകുമായിരുന്നോടാ. അവറാച്ചൻ്റെ കൂടെയുള്ളവരിൽ ആര് ചത്താലും നിങ്ങൾക്കെന്താ? കലിമൂത്ത് നിൽക്കുന്ന ഡാഡിയോടെ എന്തെങ്കിലും പറയുവാൻ റോബിനും റെന്നിയും മടിച്ചു. വേണ്ടി വന്നാൽ റിവോൾവർ എടുത്ത് നിറയൊഴിക്കാനും മടിക്കുന്നവനല്ല ഡാഡി. ഉച്ച കഴിഞ്ഞപ്പോൾ ചന്തുവിൻ്റെ കാർ ഡോക്ടർ മെറീനയുടെ ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തി. ചന്തു പുറത്തിറങ്ങി അകത്തേക്ക് നടന്നു. കുമാർ അതിൽ തന്നെ ഇരുന്നു. മെറീന തൻ്റെ റൂമിൽ തന്നെ ഇരുന്ന് ഏതോ പുസ്തകത്തിൻ്റെ താള് മറിച്ചു നോക്കുകയായിരുന്നു. ഈ അവസരത്തിൽ വാതിൽക്കൽ പല ചലനം കേട്ട് തലയുയർത്തിയ മെറീനയുടെ ചുണ്ടുകളിൽ നിന്നും അസ്പഷ്ടമായ സ്വരമുണ്ടായി. ചന്തു ഏട്ടൻ.
അവൾ എണീറ്റു. ആ കണ്ണുകളിൽ അപ്പോഴും അവിശ്വസനീയത. ചന്തു അവൾക്ക് മുന്നിൽ നിന്നു. ചന്തോട്ട ഇരിക്കേ, അവൾ പറഞ്ഞത് കേട്ട് അയാൾ ഇരുന്നു. ഞാൻ വന്നത് കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വച്ചിരിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും 3 ജീവനുകൾ രക്ഷപ്പെടുത്തി തന്നതിന് നന്ദി പറയാനുമാണ്. മുഖവര് കൂടാതെ തന്നെ അയാൾ പറഞ്ഞു. മെറീന ഫോൺ ചെയ്യാൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ. അവളുടെ കണ്ണുകളിൽ നടുക്കം. ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ഭാവിച്ചപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. കാറിൽ മറ്റാരൊക്കെയുണ്ടായിരുന്നു? അവർ അച്ഛൻ മുതലാളിയുടെ ഭാര്യയും മകളും. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടാൻ ഭാവിക്കുകയായിരുന്നു. ചന്തു കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞിട്ട് തിരക്കി. എങ്ങനെയാണ് മെറീന ഈ വസ്തുത അറിഞ്ഞത്? രാവിലെ സുധീരേട്ടനും ഡാഡിയുമായുള്ള സംസാരം ഞാൻ ഒളിച്ചു നിന്ന് കേട്ടു. പിന്നെ എന്ത് പറയണമെന്നറിയാതെ ചന്തു അവളെ നോക്കിയിരുന്നു. എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് ചന്തുവേട്ടാ, സൂക്ഷിക്കണേ. അപ്പോൾ നീയാണ് ഒറ്റുകാരി അല്ലേ? പിന്നിൽ ഒരലർച്ച. ഇരുവരും ഞെട്ടിത്തിരിഞ്ഞു. ഡോക്ടർ സുധീർ. ഒരു നിമിഷത്തേക്ക് എന്ത് പറയണമെന്ന് ചന്തുവിനും ഡോക്ടർ മെറീനയ്ക്കും മനസ്സിലായില്ല. അത്രയും നേരത്തിനുള്ളിൽ മുറിക്കകത്തേക്ക് കയറി വന്ന ഡോക്ടർ സുധീർ മെറീനയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചതും മുഖമടച്ച് ഒരടി കൊടുത്തതും ഒന്നിച്ചായിരുന്നു. ചന്തു അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. നീ ഞങ്ങളെ ഒറ്റിക്കൊടുക്കും അല്ലടി? അയാൾ വീണ്ടും അടിക്കുവാൻ കൈ ഉയർത്തിയപ്പോൾ ചന്തു തറഞ്ഞു. വേണ്ട സുധീർ. എന്താടാ, കാമുകിയെ തല്ലിയപ്പോൾ നിനക്ക് നൊന്തോ? അനിയാ പോടാ. സുധീർ വീണ്ടും മെറീനയെ അടിച്ചു. മൂന്നാമതും അടിക്കുവാൻ ആഞ്ഞപ്പോൾ ചന്തു ആ കൈയിൽ കടന്നു പിടിച്ചു. അവളെ തുടരുതെന്ന് നിന്നോടല്ലടാ പറഞ്ഞത്. ചന്തുവിൻ്റെ കൈക്കുള്ളിലിരുന്ന് സുധീറിൻ്റെ കൈ ഞെരിഞ്ഞമർന്നു. അയാൾക്ക് വേദനിച്ചു. മെറീന കുതറി മാറി. ബഹളം കേട്ട് പലരും വാതിൽക്കൽ വന്ന് എത്തി നോക്കി. യു ഗെറ്റ് ഔട്ട്. സുധീർ ചന്തുവിനെ നോക്കി അലറി. ഇതെൻ്റെ ഭാര്യയുടെ, അതായത് ഞാൻ പണം മുടക്കിയ സ്ഥാപനമാണ്. ചന്തു പിടിവിട്ടു. മെറീന നിന്നു കരയുന്നു. അയാൾക്ക് വിഷമം തോന്നി. താൻ കാരണമാണ് ഈ പാവം പെണ്ണ് തല്ലുകൊള്ളേണ്ടി വന്നത്. കുമാറും വാതിൽക്കൽ എത്തിയിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ഇനിയൊരു സീൻ കൂടി ഉണ്ടാകരുത്. ചന്തു പുറത്തേക്ക് നടന്നു. പിന്നാലെ കുമാറും. വിജയദാസിൻ്റെ വീട്. സെഷൻസ് ജഡ്ജ് ആഷാമേനോനും DSP വിജയദാസും ഡോക്ടർ സുധീറും ഗൗരവമേറിയ ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്നും വന്നപടി മുറിക്കുള്ളിൽ കയറി ഒറ്റക്കിടപ്പാണ് ഡോക്ടർ മെറീന. അവനെ ഇങ്ങനെ വിട്ടാൽ വളരെയേറെ അപകടമാണ്. എങ്ങനെയും ഒതുക്കിയേ പറ്റൂ, വിജയദാസ് തീർത്തു പറഞ്ഞു. എനിക്കും ഡാഡിയുടെ അതേ അഭിപ്രായം തന്നെയാണ്, സുധീർ തുടർന്നു. നാളെ ഇവിടെ കയറി വന്ന് അവൻ നമ്മളെ അടിച്ചിറക്കിയാലോ? ഇക്കാണുന്ന സ്വത്തുക്കളെല്ലാം അവൻ്റെ പേരിലാണെന്ന കാര്യം മറക്കേണ്ട. പിന്നെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ കഴിയുമോ? എടുത്തു ചാടിയിട്ട് യാതൊരു കാര്യവുമില്ല. വളരെ തന്ത്രപൂർവ്വം നീങ്ങണം. നമ്മളാണ് ഇതിന് പിന്നിലെന്ന് ആർക്കും സംശയം തോന്നുകയും വരുത്. എൻ്റെ ഉദ്ദേശം ഇത്തിരി കൂടി വിപുലവുമാണ്. ചന്തുവിൻ്റെ കൂടെ അവറാച്ചനും ഇല്ലാതാകണം. അവർ ഒന്നിച്ചു നിന്നാൽ, പല സത്യങ്ങളും അറിഞ്ഞാൽ അതൊക്കെ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. ആഷാമേനോൻ്റെ അഭിപ്രായത്തോട് വിജയദാസിനും യോജിപ്പുണ്ടായിരുന്നു. ഈ പ്രശ്നം നമ്മൾ മാത്രമായി കൈകാര്യം ചെയ്യണമെന്നില്ല. നമ്മെ സഹായിക്കാൻ താല്പര്യമുള്ളവർ വേറെയുണ്ട്. ചാത്തുണ്ണി. യെസ്. പറഞ്ഞതും മുറ്റത്ത് ചാത്തുണ്ണിയുടെ കാർ വന്നു നിന്നതും ഒപ്പമായിരുന്നു. ചാത്തുണ്ണിയും മക്കളും ഇറങ്ങി. വിജയദാസ് അവരെ സ്വീകരിച്ചിരുത്തി. തുടർന്ന് കൂട്ടച്ചർച്ചയിലേക്ക് അവർ നീങ്ങി. കുഞ്ഞച്ചൻ്റെ ചായക്കടയുടെ മുന്നിൽ ചന്തു കാർ നിർത്തി. അത് കണ്ടതേ അയാൾ ഓടി അടുത്തു വന്നു. ചന്തു സാറ്. ചന്തുവിൻ്റെ മുഖം ഇരുണ്ടു. ചേട്ടൻ എന്താ വിളിച്ചത്? കുഞ്ഞച്ചൻ പരുങ്ങി. ചന്തു. ബാക്കി പറയുവാൻ അയാൾ സമ്മതിച്ചില്ല. അത്രയും വിളിച്ചാൽ മതി. എന്നാലും എന്താ ചേട്ടാ, ഞാൻ ചന്തു തന്നെയാണ്. അവറാച്ചൻ മുതലാളിയുടെ മാനേജറായെന്ന് വെച്ച് ഞാൻ പഴയതൊന്നും മറക്കാറില്ല. കുഞ്ഞച്ചൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ തിളക്കം. ചന്തു തുടർന്നു. ചേട്ടനാണ് എന്നെ നിർബന്ധിച്ച് മുതലാളിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയതും. ചന്തു ചായക്കടയിലേക്ക് കയറി പഴകിയ ചെളി പിടിച്ച ബെഞ്ചിലിരുന്നു. ചേട്ടൻ്റെ ചായ കഴിച്ചിട്ട് ഒത്തിരി കാലമായി. ചന്തു ഈ കസേരയിലിരിക്കെ ബെഞ്ചിലാകെ അഴുക്കും പൊടിയുമാ. ആ കസേര ചേട്ടനിരിക്കാനുള്ളതാ. ചന്തു ചിരിച്ചു. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അയാൾ കയറി ചെന്നപ്പോൾ മുതൽ അവിടെ ഇരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നവരൊക്കെ എണീറ്റ് നിൽക്കുകയായിരുന്നു. അത് കണ്ട് ചന്തു അത്ഭുതപ്പെട്ടു പോയി. എന്താ ഇങ്ങനെ? നിങ്ങളെല്ലാവരും ഇരിക്കേൻ. എന്തിനാ എന്നെ കണ്ടപ്പോൾ എണീറ്റത്? ഞാൻ ചന്തുവാ. ഈ ജംഗ്ഷനിൽ പിടിവണ്ടി വലിക്കുകയും ചുമടെടുക്കുകയും ചെയ്ത ചന്തു. ആൾക്കാർക്ക് അവിശ്വസനീയത. ഇത്രയും ഉയരത്തിലെത്തിയിട്ടും ഈ മനുഷ്യൻ യാതൊരു മാറ്റവുമില്ലേ? കുഞ്ഞച്ചൻ നല്ലൊരു ചായ കൊണ്ടുവന്ന് മുന്നിൽ വച്ചു. എന്തിയെ ചേട്ടാ കുട്ടികൾ? അത് കേൾക്കാൻ കാതോർത്ത് നിൽക്കുകയായിരുന്നെന്ന് തോന്നുന്നു അവർ. പെൺകുട്ടികൾ വാതിൽക്കൽ തല കാണിച്ചു. അവർ കുറേ കൂടി സുന്ദരികളായിരിക്കുന്നതായി അയാൾക്ക് തോന്നി. എന്താ, സുഖമാണോ രണ്ടുപേർക്കും? ചന്തുവിൻ്റെ ചോദ്യം കേട്ട് അവർ ചിരിച്ചുകൊണ്ട് തലയിളക്കി. ഇവരെ കെട്ടിച്ചു വിടണ്ടേ ചേട്ടാ? വേണം മോനെ. പക്ഷേ പടത്തിൻ്റെ കാര്യമായിരിക്കും പ്രശ്നം. പറ്റിയ ആലോചനകൾ വല്ലതും വരികയാണെങ്കിൽ ചേട്ടൻ നോക്കിക്കോ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. അതൊക്കെ നടക്കും ചേട്ടാ. ചന്തു എണീറ്റു. പോട്ടെ, പിന്നെ കാണാം. എല്ലാവരോടും കൂടി ചന്തു പറഞ്ഞു. കാറിനടുത്ത് വരെ കുഞ്ഞച്ചനും ചന്തുവിനെ അനുഗമിച്ചു. കാറിനടുത്ത് മറ്റൊരാൾ ചന്തുവിനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. കടാരി ചെല്ലപ്പൻ. ചന്തു പാലമൂട്ടിലെത്തിയ അന്നുണ്ടായ അടിപിടിക്കിടയിൽ കുത്തേൽക്കുകയും ചാത്തുണ്ണിയുടെ ജീപ്പിൽ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്തയാൾ. പക്ഷേ ഇന്നയാൾ വെറും ചെല്ലപ്പനാണ്. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി ഒരിക്കൽ പോലും അയാൾ കടാരിയുമായി നടന്നിട്ടില്ല. ഇന്ന് അധ്വാനിച്ചാണ് ജീവിതം. മദ്യപാനം പോലും ചെല്ലപ്പൻ ഉപേക്ഷിച്ചിരിക്കുന്നു.
എന്തൊക്കെയുണ്ട് ചെല്ലപ്പാ വിശേഷങ്ങൾ? അയാൾ തലചൊറിഞ്ഞു. എന്താണെങ്കിലും പറയടോ. ഇവിടെ ജോലി തീരെ കുറവാണ്. അവർ അച്ഛൻ മുതലാളിയുടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ആലോചിക്കാം. അതുമതി. ചന്തു കാറിൽ കയറി. കൃത്യം 3-ാം നാൾ ചെല്ലപ്പന് അവറാച്ചൻ മുതലാളിയുടെ മദ്യ കമ്പനിയിൽ ജോലി കിട്ടി. ദിവസങ്ങൾ കടന്നു പോകുകയാണ്. ഡോക്ടർ ധർമ്മപ്രസാദിൻ്റെ ഹോസ്പിറ്റലിൽ ലിസി ചികിത്സയിൽ തന്നെയാണ്. അവളുടെ രോഗം ഭേദമാക്കാമെന്ന് പ്രസാദ് ചന്തുവിന് ഉറപ്പ് കൊടുത്തു കഴിഞ്ഞു. മേരിയമ്മ എന്നും രാവിലെ വീട്ടിലേക്ക് പോകും, വൈകിട്ട് മടങ്ങിയെത്തും. ആ സമയത്തൊക്കെ ലിസിയെ പരിചരിക്കുവാൻ ഒരു നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവറാച്ചൻ മുതലാളിയും ചന്തുവും കുമാറുമൊക്കെ ദിവസവും അവിടെ എത്തും. ഇപ്പോൾ മുതലാളിക്കും ഏതാണ്ട് വിശ്വാസം വന്നു തുടങ്ങിയിരിക്കുന്നു ചികിത്സയിൽ. ഡോക്ടർ ധർമ്മപ്രസാദിൽ അദ്ദേഹവും ചില പ്രത്യേകതകളൊക്കെ കണ്ടിരിക്കുന്നു. സാധാരണ മെൻ്റൽ ഹോസ്പിറ്റലുകളുടെ യാതൊരു ഭാവവും അവിടെയില്ല. ജീവനക്കാർക്ക് രോഗികളോടുള്ള പെരുമാറ്റത്തിൽ തന്നെ എന്ത് വൈചിത്ര്യം! ഒരു ശാന്തിവനം പോലെ തോന്നും അവിടം. ഒരിക്കൽ ചന്തു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ലിസി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ കണ്ടപ്പോൾ നേഴ്സ് പുറത്തേക്ക് പോയി. ചന്തു ലിസിക്കെതിരായിരുന്നു. അവൾ അയാളെ ഉറ്റുനോക്കി, ആദ്യം കാണുന്നത് പോലെ. എന്താ ലിസി, എന്നെ മനസ്സിലായോ? അവളുടെ മുഖത്ത് നാണത്തിൽ കുതിർന്ന ഒരു ചിരിയുണ്ടായി. ലിസി ചിരിക്കുന്നത് ചന്തു ആദ്യം കാണുകയായിരുന്നു. അവൾ ഒരു പഴമെടുത്ത് അയാൾക്ക് നീട്ടി. ചന്തു അത് വാങ്ങി. തിന്നോ, അവൾ മെല്ലെ പറഞ്ഞു. താങ്ക്സ്. അയാൾ ചിരിച്ചു. ചന്തു പറഞ്ഞ പ്രകാരം തൻ്റെ മൂത്ത മകൾ ലൈലയ്ക്ക് വന്ന വിവാഹാലോചനയെക്കുറിച്ച് കുഞ്ഞച്ചൻ ചിന്തിച്ചു നോക്കി. സാമാന്യം നല്ലത്. ചെറുക്കന് ചെറിയൊരു കമ്പനിയിൽ ജോലി. ആരും തെറ്റു പറയാത്ത സ്വഭാവം. വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒറ്റ മകനാണ്. ഈ വിവാഹം നടന്നു കിട്ടിയാൽ അത് തൻ്റെ മകളുടെ ഭാഗ്യമാണെന്ന് കുഞ്ഞച്ചൻ കരുതി. അവറാച്ചൻ മുതലാളിയുടെ ഓഫീസിൽ വന്നാണ് കുഞ്ഞച്ചൻ ചന്തുവിനെ കണ്ടത്. വിവരങ്ങൾ പറഞ്ഞപ്പോൾ അയാൾക്കും സന്തോഷമായി. ചേട്ടൻ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചോളൂ. കഴിയുന്നതും വേഗത്തിൽ കല്യാണം. കുഞ്ഞച്ചൻ പോന്നു കഴിഞ്ഞു. ചന്തുവും ചെറുക്കനെക്കുറിച്ച് തിരക്കി തൃപ്തിപ്പെട്ടു. ഞായറാഴ്ച വിളിച്ചു ചൊല്ലി കല്യാണം ഉറപ്പിച്ചു. വിവാഹത്തിന് ഇനി 10 ദിവസങ്ങൾ മാത്രം. ലൈല ഉത്സാഹത്തിലാണ്. അപ്രതീക്ഷിതമായി തൻ്റെ മോഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു. എന്നാൽ ലൈലയുടെ വിവാഹത്തെക്കുറിച്ച് റോബിനും റെന്നിയും അറിഞ്ഞു. ഒരിക്കൽ അവളെൻ്റെ കരണത്തടിച്ചതാണ്. അവളെ ഞാനൊന്നും ഉപയോഗിക്കാതെ മറ്റാർക്കും കൊടുക്കില്ല, റെന്നി തീർത്തു പറഞ്ഞു. ഈ വീമ്പടിക്കാനല്ലാതെ നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാമിടാ, റോബിൻ പരിഹസിച്ചു. ചേട്ടൻ നോക്കിക്കോ. റെന്നിയുടെ മനസ്സിൽ പക മൂത്തു വരികയായിരുന്നു. എങ്ങനെയും അവളെ തൻ്റെ കിടക്കറയിൽ എത്തിച്ചേ പറ്റൂ. അവൻ അതിനുള്ള മാർഗങ്ങൾ ചിന്തിച്ചു തുടങ്ങി. സമയം പ്രഭാതം. ആ പോസ്റ്ററുകൾ കണ്ട് ആൾക്കാർ അമ്പരന്നു. കുഞ്ഞച്ചൻ്റെ മകളുടെ 2ാം കല്യാണം. ചന്തുവിൻ്റെ വെപ്പാട്ടി ലൈല. ചന്തു കൈ ഒഴിഞ്ഞപ്പോൾ മറ്റൊരാൾ, തുടങ്ങി അനേകം പോസ്റ്ററുകൾ. അത് കണ്ട് കുഞ്ഞച്ചൻ്റെ നെഞ്ചു പൊളിഞ്ഞു. അയാൾ ഒന്നും മിണ്ടാതെ കടയ്ക്കുള്ളിൽ തല കുനിച്ചിരുന്നു. ലൈലയാണെങ്കിൽ അപ്പോൾ മുതൽ തുടങ്ങിയ നിലവിളിയാണ്. ഷേർലി അവളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കുന്നു. ചേച്ചി, ഇത്രയ്ക്ക് മണ്ടിയായി പോയല്ലോ. ആരോ അസൂയക്കാർ ഇങ്ങനെയൊക്കെ കാട്ടിയതാ. ഏതായാലും സത്യം നമുക്കറിയാമല്ലോ. വാർത്ത ചന്തുവും അറിഞ്ഞു. കുമാറും ചന്തുവും പാലമൂട്ടിൽ പാഞ്ഞെത്തി. പോസ്റ്ററുകളിൽ അയാൾ പുച്ഛത്തോടെ നോക്കി. ചന്തുവിനെ കണ്ടപ്പോൾ ആൾക്കാർ അടുത്തുകൂടി. ഒരു കാര്യം എഴുതാൻ ഇങ്ങനെ ചെയ്തവർ മറന്നുപോയി. എന്താണെന്ന ഭാവത്തിൽ ഏവരും ചന്തുവിനെ നോക്കി. എഴുതിയവൻ്റെയൊക്കെ അമ്മമാരെ വെച്ചുകൊണ്ടിരിക്കുന്നതും ഞാനാണെന്ന് തോന്നിയസം എഴുതുന്നതിനും ഒരു അതിരില്ലേ? ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. ചെല്ലപ്പൻ. വിവരം അറിഞ്ഞ ഉടനെ സ്റ്റോറിൽ നിന്നും ഓടി വന്നിരിക്കുകയാണ് അയാൾ. ചെല്ലപ്പൻ. പോസ്റ്ററുകൾ ഓരോന്നായി അയാൾ വലിച്ചു കയറി. അമ്മയുടെ മുലപ്പാൽ കുടിച്ചവന്മാരുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഇവിടെയൊന്ന് എഴുതി വയ്ക്കണടാ, ചെല്ലപ്പൻ വെല്ലുവിളിച്ചു. ഒരിക്കൽ താഴെ വെച്ച കടാരി തിരിച്ചെടുക്കാനും ചെല്ലപ്പന് മടിയൊന്നുമില്ലടാ. ആ സമയത്താണ് കറിക്കാരി മാധവിയുടെ ആഗമനം. ഞാൻ ആളിനെ പറഞ്ഞു തരാം ചെല്ലപ്പാ. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? പറയടി, ചെയ്യാമോന്ന് ഞാൻ കാട്ടിത്തരാം. എന്നാലേ ചാത്തുണ്ണി മുതലാളിയുടെ മക്കളെ പോയി തല്ലടാ. മാധവി, ഇത്തവണ വിളിച്ചത് ചന്തുവാണ്. ഞാൻ സത്യമാ പറഞ്ഞത്, മാധവി ഭവ്യതയോടെ പറഞ്ഞു. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. റെന്നിയും കൂട്ടാളികളുമാ ഇതൊക്കെ എഴുതി ഒട്ടിച്ചത്. അവന്മാരെ ഞാൻ കൊല്ലും, ചെല്ലപ്പൻ തറപ്പിച്ചു പറഞ്ഞു. ചെല്ലപ്പാ, ചന്തു വിളിച്ചു. എന്തോ? താൻ സ്റ്റോറിൽ പോകൂ. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം. അത് പറഞ്ഞതനുസരിച്ചാൽ മതി. ചന്തു ചായപ്പിടിയിലേക്ക് നടക്കാൻ ഭാവിക്കുമ്പോഴാണ് ഒരു ഇരമ്പൽ കേട്ടത്. അയാൾ തലയിളക്കി. ഒരു ജീപ്പ്, ചാത്തുണിയുടെ ജീപ്പ്. അതിൽ റോബിനും റെന്നിയും ഇരിക്കുന്നത് ചന്തു കണ്ടു. അയാൾ റോഡിൻ്റെ നടുവിലേക്ക് കയറി നിന്നു. ജീപ്പ് നിർത്തടാ. കഥ തുടരും.